Hello, my dear students. Last class we discussed about the basic structure of a computer, von Neumann architecture. Okay, I think it is very clear for you. You all understand it. Okay, but today we are going to discuss about the new topic, and other topic is computer functions. Computer functions. അപ്പോൾ ഇത് വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ, എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കമ്പ്യൂട്ടർ ഫങ്ഷൻസ്. കമ്പ്യൂട്ടർ ഫങ്ഷൻസ് എന്ന് പറയുന്നത് കമ്പ്യൂട്ടറിനകത്ത് എങ്ങനെയാണ് കാര്യങ്ങൾ നടക്കുന്നത്, കമ്പ്യൂട്ടറിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ അതിൽ ഒരു ഡയഗ്രം ഒക്കെ ഉണ്ട്, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം ആദ്യം. കമ്പ്യൂട്ടർ ഫങ്ഷൻസ്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നോക്കാം. കമ്പ്യൂട്ടർ ഫങ്ഷൻസ്. ഇവിടെ ഓൾ ദ ആക്ടിവിറ്റീസ് ഇൻ എ കമ്പ്യൂട്ടർ ഈസ് പെർഫോംഡ് ബൈ ഇൻസ്ട്രക്ഷൻസ്. ഇപ്പൊ നോട്ട് എഴുതിയെടുക്കുക. നെക്സ്റ്റ് ടോപ്പിക് എഴുതുക, കമ്പ്യൂട്ടർ ഫങ്ഷൻസ് എഴുതുക. എന്നിട്ട് അതിൽ ഫസ്റ്റ് ടോപ്പിക്ക് കമ്പ്യൂട്ടർ ഫങ്ഷൻ എഴുതി അണ്ടർലൈൻ ചെയ്തിട്ട് നോട്ട് എഴുതുക, കമ്പ്യൂട്ടർ ഫങ്ഷൻസ്. അപ്പോൾ ഒരു കമ്പ്യൂട്ടറിനകത്ത് എല്ലാ ആക്ടിവിറ്റീസും നടക്കുന്നത് എന്തിനനുസരിച്ചാണ്? ഇൻസ്ട്രക്ഷൻ അനുസരിച്ചാണ്. പ്രോഗ്രാം എഴുതാതെ ഒരു കാര്യവും കമ്പ്യൂട്ടറിനകത്ത് പെർഫോം ചെയ്യാൻ പറ്റില്ല. ഓക്കെ, all the activities in a computer is performed by instructions. Okay, അപ്പോൾ അതിൽ എഴുതിക്കൊള്ളണേ, നോട്ട് എഴുതി എടുത്തോളൂ. ഞാൻ പറയാനൊക്കെ നോട്ട് എഴുതി എടുത്തോളൂ. all the activities in a computer is performed by instructions. ക്ലിയർ? അപ്പോൾ കമ്പ്യൂട്ടറിനകത്തുള്ള എല്ലാ ആക്ടിവിറ്റീസും പെർഫോം ചെയ്യുന്നത് ഇത് ഇൻസ്ട്രക്ഷൻ വഴിയാണ്. ഇൻസ്ട്രക്ഷൻ പെർഫോം ചെയ്തിട്ടേ കമ്പ്യൂട്ടർ വർക്ക് ചെയ്യുള്ളൂ. ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് പ്രോഗ്രാം. ഓക്കെ, അപ്പോൾ ഈ പ്രോഗ്രാം എന്ന് പറയുന്നത് എന്താ? കുറെ ഇൻസ്ട്രക്ഷൻ കൂടിയാൽ പറയുന്നതാണ് ഇത് പ്രോഗ്രാം. അപ്പോൾ ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് കുറെ ഇൻസ്ട്രക്ഷൻസ് കൂടിയതാണ് പ്രോഗ്രാം. അപ്പോൾ നമ്മളൊരു സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് എന്താ? കുറെ പ്രോഗ്രാം കൂടിയതാണ് ഒരു സോഫ്റ്റ്വെയർ. ഓക്കെ, അപ്പോൾ അതിന്റെ ചെറിയൊരു ബേസിക് സ്റ്റെപ്പ് ഒന്ന് നോക്കുക. ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ഏറ്റവും ചെറിയ സ്റ്റെപ്പാണ്, ചെറിയ സ്റ്റെപ്പ്. ഒരു പ്രോഗ്രാമിനകത്തുള്ള ഒരു ലൈനിനെ നമുക്ക് ഇൻസ്ട്രക്ഷൻ എന്ന് പറയാൻ പറ്റും. നിങ്ങൾ പ്രിന്റ് എഫ് ഒക്കെ പഠിച്ചില്ല, അതൊരു ഇൻസ്ട്രക്ഷൻ ആണ്. പ്രിന്റ് എഫ്, സ്കാൻ എഫ് ഒക്കെ ഒരു ഇൻസ്ട്രക്ഷൻ ആണ്. ഓക്കെ, അപ്പോൾ ഏറ്റവും ചെറിയ പരിപാടിയാണ്, ഏറ്റവും ചെറിയ മൈന്യൂട്ട് കാര്യം ചെയ്യാൻ വേണ്ടി നമ്മൾ കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്ന കോഡാണ് എന്ത്? ഇൻസ്ട്രക്ഷൻ. അപ്പോൾ ഇൻസ്ട്രക്ഷൻ വഴിയാണ് കമ്പ്യൂട്ടർ വർക്ക് ചെയ്യുന്നത്, എല്ലാം പെർഫോം ചെയ്യുന്നത്. അത് നമ്മൾ ആദ്യത്തെ പോയിന്റ് ആയിട്ട് എഴുതി. ഓക്കെ, ഒരു പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ എന്താ? ഇങ്ങനത്തെ കുറെ ഇൻസ്ട്രക്ഷൻസ് കൂടിയതാണ് എന്ത്? എ പ്രോഗ്രാം. അപ്പോൾ എ പ്രോഗ്രാം ഈസ് എ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ടു പെർഫോം എ പർട്ടിക്കുലർ ടാസ്ക്. ഒരു പ്രത്യേക ടാസ്ക്, ഒരു ജോലി, പ്രത്യേക ഒരു ജോലി ചെയ്യാൻ വേണ്ടി ഉള്ള കുറെ ഇൻസ്ട്രക്ഷൻസിന് പറയുന്ന പേരാണ് പ്രോഗ്രാം എന്നുള്ളത്. ഓക്കെ, അപ്പോൾ പ്രോഗ്രാം എന്ന് പറയുന്നത് എന്താണെന്ന് മനസ്സിലായി. നെക്സ്റ്റ് വൺ, ഇനി ഈ ഇൻസ്ട്രക്ഷൻസ് അല്ലെങ്കിൽ ഈ പ്രോഗ്രാമുകളൊക്കെ എവിടെ സ്റ്റോർ ചെയ്യണം? മെമ്മറിയിൽ സ്റ്റോർ ചെയ്യണം. ഈ കൺസെപ്റ്റ് വളരെ ക്ലിയർ ആയിരിക്കണം, ഈ ടോപ്പിക്ക് വളരെ ക്ലിയർ ആയിരിക്കണം. അതുകൊണ്ട് നിങ്ങൾ വളരെ ശ്രദ്ധിച്ചിരിക്കണം. ഓക്കെ, യു വാണ്ട് ബി മോർ അലേർട്ട് ബിക്കോസ് ദിസ് ടോപ്പിക് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ആൻഡ് ഇത് നിങ്ങളുടെ ഫ്യൂച്ചറിൽ എപ്പോഴും ആവശ്യമായ ടോപ്പിക്കാണ്. ഇത് ഈ സെമസ്റ്ററിൻ്റെ അവസാനം വരെ ഈ കമ്പ്യൂട്ടർ ആർക്കിടെക്ചറിൽ ഈ കൺസെപ്റ്റ് ക്ലിയർ ആയിരിക്കണം. അവസാനം വരെ ഈ കൺസെപ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഈ കൺസെപ്റ്റ് ആർക്കെങ്കിലും ക്ലിയർ ആയില്ലെങ്കിൽ എന്നെ വിളിച്ച് ചോദിക്കുക, അല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ഇടാം. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കാനുള്ളത് ഇത്ര പറഞ്ഞിട്ടേ ഉള്ളൂ. പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞു. ഇൻസ്ട്രക്ഷൻസിന് പറയുന്ന പേരാണ് പ്രോഗ്രാം. ഓക്കെ, ഇനി നമ്മുടെ കമ്പ്യൂട്ടറിനകത്ത് എന്ത് കാര്യം ചെയ്യുന്ന എന്ത് വഴിയാണ്? ഇൻസ്ട്രക്ഷൻസ് വഴിയാണെന്ന് പറഞ്ഞു. അതായത് പ്രോഗ്രാം വഴിയാണ്. പ്രോഗ്രാം ഉണ്ടെങ്കിലേ കമ്പ്യൂട്ടർ വർക്ക് ചെയ്യുള്ളൂ. എന്ത് കാര്യം ചെയ്യാൻ ഒരു പ്രോഗ്രാം വേണം. ഇനി അടുത്ത പറയാൻ പോകുന്നത്, ഈ പ്രോഗ്രാം ഒക്കെ എവിടെ സ്റ്റോർ ചെയ്യണം? കമ്പ്യൂട്ടറിനകത്ത് മെമ്മറിയിൽ സ്റ്റോർ ചെയ്യണം. അതാണ് അടുത്ത ഞാൻ ഗ്രീൻ കളറിൽ എഴുതി കാണിച്ചത്. എന്താണ് മെമ്മറി? ഒരു ഇമ്പോർട്ടൻ്റ് പോയിന്റ് ആണ്. ദീസ് ഇൻസ്ട്രക്ഷൻസ് ആർ സ്റ്റോർഡ് ഇൻ മെമ്മറി. മെമ്മറിയിൽ സ്റ്റോർ ചെയ്യണം. ഈ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ എവിടെയാണ് ഉണ്ടാവുക? മെമ്മറിയിലാണ് ഉണ്ടാവുക. മെമ്മറി എന്ന് പറഞ്ഞാൽ എന്താ? റാം അല്ലെങ്കിൽ പ്രൈമറി മെമ്മറി എന്ന് പറയും കേട്ടോ. ഹാർഡ് ഡിസ്ക് അല്ലേ. മെമ്മറി എന്ന് വെറുതെ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം റാം അല്ലെങ്കിൽ പ്രൈമറി മെമ്മറി എന്നാണ്. ഓക്കെ, ഇനി അപ്പോൾ നമുക്ക് കമ്പ്യൂട്ടറിൽ വർക്ക് ചെയ്യണമെങ്കിൽ കമ്പ്യൂട്ടർ പ്രോഗ്രാം വേണം. ആ പ്രോഗ്രാം എവിടെ ഉണ്ടായിരിക്കണം? മെമ്മറിയിൽ സ്റ്റോർ ചെയ്തിരിക്കണം. ഇപ്പം മെമ്മറിയിൽ സ്റ്റോർ ചെയ്തത് കൊണ്ട് കമ്പ്യൂട്ടർ വർക്ക് ചെയ്യാം? ഇല്ല. അതെവിടെ കൊണ്ടുവരണം? എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ മെമ്മറിയിൽ ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞു. ഞാൻ മെമ്മറിയിൽ നിന്ന് അതിനെ എടുത്തിട്ട് എവിടെ കൊണ്ടുവരണം? പ്രോഗ്രാമിനെ എടുത്തിട്ട് എവിടെ കൊണ്ടുവരണം? ഈച്ച് ഇൻസ്ട്രക്ഷൻ ഈസ് ടേക്കൺ ഫ്രം മെമ്മറി and placed in an instruction register for execution. നോട്ട് എഴുതിയെടുക്കണേ. Each instruction is taken from memory
ആൻഡ് പ്ലേസ്ഡ് ഇൻ ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ ഫോർ എക്സിക്യൂഷൻ. അതിൻ്റെ അർത്ഥം എന്താണ്? ഇപ്പൊ ഇൻസ്ട്രക്ഷൻ എവിടെ ഉണ്ടായിരിക്കണം? മെമ്മറിയിൽ ഉണ്ടായിരിക്കണം. ഇപ്പൊ ഇൻസ്ട്രക്ഷൻ ആ മെമ്മറിയിൽ ഉണ്ടായത് കൊണ്ട് വർക്ക് ചെയ്യോ? ഇല്ല. അതിനെവിടെ കൊണ്ടുവരണം? വർക്ക് ചെയ്യുന്ന യൂണിറ്റ് ഏതാ? നമ്മൾ നേരത്തെ പറഞ്ഞ് വർക്ക് ചെയ്യുന്ന യൂണിറ്റ് ALU ആണ് അല്ലേ? ALU അല്ല എക്സിക്യൂഷൻ ചെയ്യുന്ന യൂണിറ്റ്, അരിത്തമാറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ്. ALU എന്ന് പറയുന്ന യൂണിറ്റ് ആണ് എല്ലാ എക്സിക്യൂഷൻസും പെർഫോം ചെയ്യുന്നത്, എല്ലാ വർക്കും ചെയ്യുന്നത് ALU ആണ്. അപ്പോൾ നമ്മുടെ പ്രോഗ്രാമിക്ക് ഇപ്പോൾ എവിടെയുള്ളത്? പ്രോഗ്രാംസ് അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻ എവിടെയുള്ളത്? മെമ്മറിയിലാണ് ഉള്ളത്. അപ്പോൾ അത് അവിടെ ഇരുന്നത് കൊണ്ട് കാര്യമില്ല. അപ്പോൾ അതിനെ എങ്ങോട്ട് കൊണ്ടുവരണം? ALUവിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ ALUവിൽ കൊണ്ടുവരണം എന്നെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? ALUവിനകത്തുള്ള എന്താണ് ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ എന്ന് പറയുന്ന ഒരു രജിസ്റ്ററിലേക്ക് കൊണ്ടുവരണം. രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ചെറിയൊരു മെമ്മറിയാണ് രജിസ്റ്റർ. എഴുതി വെക്കാൻ, ചെറിയ സ്റ്റോർ ചെയ്യാനുള്ള ചെറിയ ഡാറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെമ്മറിക്ക് നമ്മൾ രജിസ്റ്റർ എന്നാണ് പറയുക. അപ്പോൾ കമ്പ്യൂട്ടറിനകത്ത് CPU-നകത്ത് കുറേ രജിസ്റ്റേഴ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. ഇൻസ്ട്രക്ഷൻ എന്താന്ന് പറഞ്ഞു, പ്രോഗ്രാം എന്താന്ന് പറഞ്ഞു. പ്രോഗ്രാം എവിടെയാണ് ഉണ്ടാവുക? പ്രോഗ്രാം വർക്ക് ചെയ്യണമെങ്കിൽ അതെവിടെ വേണം? കമ്പ്യൂട്ടറിൻ്റെ മെമ്മറിയിൽ വേണം. മെമ്മറിയിൽ ഇരുന്നുകൊണ്ട് വർക്ക് ചെയ്യില്ല. അതിനെ വർക്ക് ചെയ്യിക്കാൻ അവനെ ഏതൊരു ഇൻസ്ട്രക്ഷൻ വർക്ക് ചെയ്യണമെങ്കിൽ അതിനെ എവിടെ കൊണ്ടുവരണം? ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിൽ കൊണ്ടുവരണം. അത്രയും കാര്യങ്ങൾ പറഞ്ഞുള്ളൂ. ഓക്കെ, ക്ലിയർ ആയില്ലേ? ഈച്ച് ഇൻസ്ട്രക്ഷൻ ഈസ് ടേക്കൺ ഫ്രം മെമ്മറി. എഴുതിയെടുക്കണേ. ഈച്ച് ഇൻസ്ട്രക്ഷൻ ഈസ് ടേക്കൺ ഫ്രം മെമ്മറി ആൻഡ് പ്ലേസ്ഡ് ഇൻ ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ ഫോർ എക്സിക്യൂഷൻ. എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ അതിന് ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിൽ കൊണ്ടെത്തിക്കണം. എവിടെ നിന്ന് എടുത്ത് കൊണ്ടുവരണം? മെമ്മറി പോയിട്ട് ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിലേക്ക് കൊണ്ടുവരണം. ഓക്കെ, ഇനി അടുത്ത് നോക്കാം. അടുത്ത പോയിന്റ്, ഡാറ്റ ട്രാൻസ്ഫർ ബിറ്റ്വീൻ മെയിൻ മെമ്മറി ആൻഡ് പ്രോസസർ is done by sending address of memory location to be accessed and issuing appropriate control signal. വലിയൊരു സെന്റൻസ് ആണ്, പേടിക്കണ്ട. ഡാറ്റ ട്രാൻസ്ഫർ ബിറ്റ്വീൻ മെമ്മറി ആൻഡ് പ്രോസസർ, അതായത് മൈക്രോ പ്രോസസർ എന്ന് പറയുന്നതാണ് നമ്മുടെ CPU, മൈക്രോ പ്രോസസർ. ഓക്കെ, അപ്പോൾ CPU എന്ന് പറയുന്നത് CPU മെമ്മറിയും തമ്മിലുള്ള ഡാറ്റ ട്രാൻസ്ഫർ എന്നാലല്ലേ വർക്ക് ചെയ്യുള്ളൂ. മെമ്മറിയിലാണ് നമ്മുടെ പ്രോഗ്രാം ഇരിക്കുന്നത്, അതിനെ CPU-ലേക്ക് കൊണ്ടുവരണം. ഓക്കെ, CPU-ലേക്ക് കൊണ്ടുവരണം, മൈക്രോ പ്രോസസറിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യണം അല്ലേ? ഡാറ്റ ട്രാൻസ്ഫർ ബിറ്റ്വീൻ മെയിൻ മെമ്മറി ആൻഡ് പ്രോസസർ ഈസ് ഡൺ ബൈ, എങ്ങനെയാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്? മെമ്മറിയിലിരിക്കുന്ന പ്രോഗ്രാം CPU-ലേക്ക് കൊണ്ടുവരണമെങ്കിൽ, മെമ്മറിയിലിരിക്കുന്ന പ്രോഗ്രാം അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻ CPU-ലേക്ക് കൊണ്ടുവരണമെങ്കിൽ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യണം. ആ പ്രോഗ്രാമിനെ CPU-യും മെമ്മറിയും തമ്മിൽ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യണം. അതെങ്ങനെയാണ് ചെയ്യുന്നത്? ഈസ് ഡൺ ബൈ സെൻഡിങ് ദ അഡ്രസ് അയച്ചിട്ടാണ് സെൻഡ് ചെയ്യുന്നത്. ഇന്ന സ്ഥലത്തേക്ക് പോകണം. മെമ്മറി എന്ന് പറയുന്നത് എന്താ? മെമ്മറി എന്ന് പറയുന്നത് കുറേ അറകളുള്ള ഒരു സ്റ്റോറേജ് ഡിവൈസാണ്. അതിൽ കുറേ അഡ്രസ്സ് ഉണ്ടാവും. ഒന്നാമത്തെ അഡ്രസ്സ്, രണ്ടാമത്തെ, അങ്ങനെ കുറേ മുറികൾ ഉണ്ടാവും. അപ്പോൾ ഓരോ മുറികളിലും ഓരോ ഡാറ്റയാണ് സ്റ്റോർ ചെയ്യുക. അപ്പോൾ നമുക്ക് ചിലപ്പോൾ ഒന്നാമത്തെ മുറിയിലുള്ള ഡാറ്റ ആയിരിക്കും ആവശ്യമായി വരുന്നത്, ചിലപ്പോൾ 15ാമത്തെ മുറിയിലുള്ള ഡാറ്റ ആയിരിക്കും. അപ്പം ഓരോ മുറിക്കും പറയുന്ന പേരാണ് അഡ്രസ് എന്നുള്ളത്. ഓക്കെ, ഓരോ ലൊക്കേഷൻ അഡ്രസ്, മെമ്മറി ലൊക്കേഷൻ എന്നാണ് അതിന് പറയാം. അപ്പം നമ്മളൊരു മുറി പോലെ ആലോചിക്കുക. മെമ്മറിക്കകത്ത് ഓരോരോ റൂംസ് ആണുള്ളത്. അപ്പോൾ ഓരോ റൂമിനും ഒരു അഡ്രസ്സ് ഉണ്ടാവും. അഡ്രസ്സിനെ പറയുന്ന പേര് മെമ്മറി ലൊക്കേഷൻ എന്നാണ് കേട്ടോ. ഓരോ മെമ്മറി ലൊക്കേഷനും ഓരോ അഡ്രസ്സ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്ക് അഡ്രസ്സ് പറഞ്ഞിട്ടാണ് അവിടുത്തെ ഡാറ്റയാണ് എടുക്കുക. 5ാമത്തെ മുറിയിലെ ഡാറ്റ എന്ന് പറയുകയാണെങ്കിൽ 5 എന്ന് അയച്ചു കൊടുക്കണം. 5 എന്ന് സെൻഡ് ചെയ്താലാണ് 5ാമത്തെ മുറിയിലെ ഡാറ്റ കിട്ടുക. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്? ഡാറ്റ ട്രാൻസ്ഫർ ബിറ്റ്വീൻ മെയിൻ മെമ്മറി ആൻഡ് പ്രോസസർ. ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നത് മെമ്മറിയും പ്രോസസറും തമ്മിൽ ഡാറ്റ ട്രാൻസ്ഫർ നടക്കുന്നത് എങ്ങനെയാണ്? അഡ്രസ്സ് പറഞ്ഞു കൊടുത്തിട്ടാണ്. ബൈ സെൻഡിങ് ദ അഡ്രസ് ഓഫ് മെമ്മറി ലൊക്കേഷൻ. മെമ്മറി ലൊക്കേഷൻ അഡ്രസ്സ് പറഞ്ഞു കൊടുത്തിട്ടാണ് ടു ബി ആക്സസ്ഡ്. ഏത് മെമ്മറി ലൊക്കേഷനിലാണ് നമുക്ക് ആക്സസ് ചെയ്യേണ്ടത്, നമുക്ക് പോകേണ്ടത് എന്ന അഡ്രസ്സ് പറഞ്ഞു കൊടുത്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഡാറ്റയെ ട്രാൻസ്ഫർ ചെയ്യുന്നത്. അഡ്രസ്സ് മാത്രം പറഞ്ഞു കൊടുത്താൽ മതിയോ? പോരാ. ആൻഡ് ഇഷ്യൂയിങ് അപ്രോപ്രിയേറ്റ് കൺട്രോൾ സിഗ്നൽ. കൺട്രോൾ സിഗ്നലും കൂടി എന്ത് ചെയ്യണമെന്നും കൂടി പറഞ്ഞു കൊടുക്കണം. എന്തൊക്കെ ചെയ്യാം മെമ്മറിയിലാകെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് വി ക്യാൻ പെർഫോം റീഡിങ് ഓർ റൈറ്റിംഗ്. റീഡിങ്ങും ചെയ്യാൻ പറ്റും, റൈറ്റിങ്ങും ചെയ്യാൻ പറ്റും. വേറെ കാര്യങ്ങളൊന്നും മെമ്മറിയിൽ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, മെമ്മറി നമ്മൾ ഉപയോഗിക്കുന്നത് ഒന്നെങ്കിൽ മെമ്മറിയിലുള്ള ഡാറ്റ റീഡ് ചെയ്യാൻ വേണ്ടി, നമ്മുടെ മെമ്മറി കാർഡില്ലേ നമ്മുടെ കയ്യിൽ, നമ്മുടെ മൊബൈൽ ഫോണിൽ മെമ്മറി കാർഡ് ഉണ്ട്. നമ്മൾ എന്തിനൊക്കെ ഉപയോഗിക്കും? ഒന്നെങ്കിൽ അതിൽ നിന്ന് ഡാറ്റ നമ്മൾ സിനിമയൊക്കെ പ്ലേ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കും, റീഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കും. അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം അതിലേക്ക് കോപ്പി ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കും, പേസ്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാറില്ലേ? നമുക്കൊരു സിനിമ ഒരാളുടെ അടുത്ത് നമുക്കൊരു ഫിലിം അല്ലെങ്കിൽ ഒരു സോങ് നമുക്ക് പ്ലേ ചെയ്യണമെങ്കിൽ എന്താണ് നടക്കുന്നത്? മൊബൈൽ ഫോണിൽ മെമ്മറി റീഡിംഗ് ആണോ റൈറ്റിംഗ് ആണോ? റീഡിംഗ് അല്ലേ? സിനിമ പ്ലേ ചെയ്യണമെങ്കിൽ നടക്കുന്ന റീഡിംഗ് ആണ്. നമുക്ക് സിനിമ, വേറൊരാളുടെ കയ്യിലുള്ള സിനിമ നമ്മുടെ മൊബൈലിലേക്ക് സ്റ്റോർ ചെയ്യണം,
അതിനെന്ത് പറയും? മെമ്മറി റീഡിംഗ് എന്നാണ് പറയാ. അതിനെ പറയുന്നത് മെമ്മറി റൈറ്റിംഗ്. ഇപ്പൊ മെമ്മറി റീഡിംഗ് എന്താണ്? ഇപ്പൊ മെമ്മറി രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഒന്ന് വായിക്കാൻ, അപ്പൊ അതിലുള്ള കണ്ടന്റ് വായിക്കുന്നതിനാണ് എന്താ പറയുക മെമ്മറി റീഡിംഗ് എന്ന് പറയാം. നമുക്ക് എന്തെങ്കിലും അതിലേക്ക് സ്റ്റോർ ചെയ്യാം. സ്റ്റോർ ചെയ്യുന്നതിന് പറയുന്ന പേരാണ് മെമ്മറി റൈറ്റ്. ഓക്കെ. അപ്പൊ കമ്പ്യൂട്ടറിലും അതുപോലെ മെമ്മറി എന്ന് പറയുന്നത് രണ്ട് കാര്യങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത്. റീഡ് ചെയ്യാൻ പറ്റും, റൈറ്റ് ചെയ്യാൻ പറ്റും. ക്ലിയർ? അപ്പോൾ റീഡ് ചെയ്യണമോ റൈറ്റ് ചെയ്യണമോ എന്ന് പറയുന്ന ആരാണ്? കൺട്രോൾ സിഗ്നൽ ആണ്. ഇപ്പോൾ ഈ സെന്റൻസിന്റെ അർത്ഥം മെമ്മറിയും CPU തമ്മിൽ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നത് അഡ്രസ്സ് പറഞ്ഞു കൊടുത്തിട്ടാണ്. കൂടാതെ എന്ത് ചെയ്യണമെന്ന് കൺട്രോൾ യൂണിറ്റും കൺട്രോൾ സിഗ്നൽ അയച്ചിട്ട് പറഞ്ഞു കൊടുത്തിട്ടാണ്. എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ എന്താ? റീഡ് ചെയ്യണമോ റൈറ്റ് ചെയ്യണമോ, എവിടെ പോകണം, ഈ രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് മെമ്മറിയും മൈക്രോ പ്രോസസറും തമ്മിലുള്ള ഡാറ്റ ട്രാൻസ്ഫർ നടക്കുന്നത്. ഓക്കെ, ഇത് ക്ലിയർ ആക്കി തരാം കേട്ടോ. ഇനി ഒരു ഡയഗ്രം ഞാൻ പറയാം. ഒരു ഡയഗ്രം കണ്ട് ഈ ഡയഗ്രം വളരെ ക്ലിയർ ആയിട്ട് വരച്ചെടുക്കണം. ഡയഗ്രം വരച്ചെടുക്കുക കേട്ടോ. ഇത് നോക്കാം. ഇതാണ് നമ്മുടെ മെമ്മറി. മേലെ കിടക്കുന്ന ആ യൂണിറ്റ് ആണ് മെമ്മറി. താഴെയുള്ള യൂണിറ്റ് ആണ് CPU. ഓക്കെ, റിലേഷൻ ബിറ്റ്വീൻ CPU ആൻഡ് മെമ്മറി ആണ് പറയുന്നത്. അപ്പോൾ മേലെയുള്ള ബ്ലോക്കാണ് മെമ്മറി, താഴെയുള്ള ബ്ലോക്കാണ് CPU. CPU എന്ന് പറഞ്ഞാൽ മൈക്രോ പ്രോസസർ കേട്ടോ. അപ്പോൾ മെമ്മറിക്കകത്ത് കുറേ എന്തുണ്ട്? റൂംസ് ഉണ്ട്, മെമ്മറി ലൊക്കേഷൻസ്. ഓക്കെ, നമ്മളിവിടെ കാണുന്നില്ല, ഇത് മെമ്മറിക്കകത്ത് കുറേ റൂംസ്, ഇവിടെ ഇത്രയും ദൂരത്ത് കുറേ റൂംസ് ഉണ്ട്. ഓക്കെ, ഇനി CPU എന്ന് പറയുന്നത് ഇത്രയും സംഭവങ്ങൾ അടങ്ങിയതാണ് CPU. CPU-നകത്ത് എന്തൊക്കെ ഉണ്ട് നോക്കാം. CPU-നകത്ത് MAR ഉണ്ട്, MDR ഉണ്ട്, കൺട്രോൾ യൂണിറ്റ് ഉണ്ട്, ALU ഉണ്ട്, പിന്നെ രജിസ്റ്റേഴ്സ് ഉണ്ട് കുറേ, പിന്നെ PC ഉണ്ട്, IR ഉണ്ട്. ഇതൊന്നും പേടിക്കണ്ട. MAR ഇത് ഓരോന്നിൻ്റെ ഫംഗ്ഷൻ പഠിച്ചാൽ മതി. നമ്മൾ ഓരോ യൂണിറ്റിൻ്റെയും ഫംഗ്ഷൻസ് പഠിച്ചാൽ മതി. ഇപ്പം MAR എന്ന് പറഞ്ഞാൽ എന്താണ്? മെമ്മറി അഡ്രസ് രജിസ്റ്റർ. ഇവിടെ എഴുതിയിട്ടുണ്ട് MAR എന്ന് പറഞ്ഞാൽ എന്താ? മെമ്മറി അഡ്രസ് രജിസ്റ്റർ. MDR എന്ന് പറഞ്ഞാൽ എന്താണ്? മെമ്മറി ഡാറ്റ രജിസ്റ്റർ, അല്ലെങ്കിൽ MDR-ന് MBR എന്നും കൂടി പറയാറുണ്ട്. MBR എന്ന മെമ്മറി ബഫർ രജിസ്റ്റർ കേട്ടോ. ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ MBR എന്ന് കാണാം, അതുകൊണ്ട് മെമ്മറി ബഫർ രജിസ്റ്റർ എന്നും കൂടി പറയാറുണ്ട്. ഇനി IR എന്ന് പറഞ്ഞാൽ എന്താ? നേരത്തെ പറഞ്ഞ ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ. IR എന്ന് പറഞ്ഞാൽ ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ. PC എന്ന് പറഞ്ഞാൽ പ്രോഗ്രാം കൗണ്ടർ. ഓക്കെ, PC എന്ന് പറഞ്ഞാൽ പ്രോഗ്രാം കൗണ്ടർ. ഓരോന്നിന്റെ ഫംഗ്ഷൻസ് പറഞ്ഞുതരാം കേട്ടോ. ഇനി MAR എന്തിനാണെന്ന് പറയാം. MAR മെമ്മറി അഡ്രസ് രജിസ്റ്റർ ആണ്. ഇപ്പോൾ കമ്പ്യൂട്ടറിന് ഒരു പ്രോഗ്രാം വർക്ക് ചെയ്യണമെങ്കിൽ അതെവിടെ ഉണ്ടായിരിക്കും? മെമ്മറിയിൽ ഉണ്ടായിരിക്കും. പ്രോഗ്രാം എവിടെയാണ് ഉണ്ടാവുക? മെമ്മറി. ഞാൻ നേരത്തെ പറഞ്ഞല്ലേ, ഒരു കമ്പ്യൂട്ടറിന്റെ പ്രോഗ്രാം എവിടെയാണ് ഉണ്ടാവുക? മെമ്മറിയിലാണ് സ്റ്റോർ ചെയ്യുക. നമ്മളൊരു പാട്ട് പാടണമെങ്കിൽ ആ പാട്ട് എവിടെ ഉണ്ടായിരിക്കണം? നമ്മുടെ റാമിൽ, അതായത് മെമ്മറിയിൽ ഉണ്ടായിരിക്കണം. നമ്മുടെ ഹാർഡ് ഡിസ്കിൽ ഉണ്ടായതുകൊണ്ട് കാര്യമില്ല. ഹാർഡ് ഡിസ്കിലുള്ള പാട്ടിനെ റാമിലേക്ക് കോപ്പി ചെയ്തിട്ട് മാത്രമേ നമ്മുടെ കമ്പ്യൂട്ടർ വർക്ക് ചെയ്യുള്ളൂ. ഓക്കെ, ഹാർഡ് ഡിസ്കിൽ നേരിട്ട് എടുത്ത് പ്ലേ ചെയ്യിക്കില്ല. ഓക്കെ, അപ്പോൾ ഏതൊരു പ്രോഗ്രാം വർക്ക് ചെയ്യണമെങ്കിൽ അതിനെ എവിടെ കൊണ്ടുവരണം? മെമ്മറിയിലോട്ട് കൊണ്ടുവരണം. ഓക്കെ, ക്ലിയർ ആയില്ലേ? മെമ്മറിയിലേക്ക് കൊണ്ടുവന്നിട്ട് കാര്യമില്ലല്ലോ. മെമ്മറി കൊണ്ട് വർക്ക് ചെയ്യുന്ന യൂണിറ്റ് എന്താ? മെമ്മറി അല്ലല്ലോ വർക്ക് ചെയ്യുന്ന യൂണിറ്റ് എന്താ? CPU-നകത്തുള്ള എന്താണ്? ALU എന്ന് പറയുന്ന യൂണിറ്റാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ CPU-നകത്തുള്ള ALU എന്ന് പറയുന്ന സംഭവം വർക്ക് ചെയ്യണമെങ്കിൽ ആ ഇൻസ്ട്രക്ഷൻ എവിടെ കൊണ്ടുവരണം? നമ്മൾ നേരത്തെ പറഞ്ഞാണ്. ആ ഇൻസ്ട്രക്ഷനെ മെമ്മറിയിൽ ഇരുന്നുകൊണ്ട് കാര്യമില്ല, അതിനെ എടുത്തിട്ട് എവിടെ കൊണ്ടുവരണം? ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ. ഇതാണ്ടല്ലേ, ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിലേക്ക് കൊണ്ടുവരണം. ഓക്കെ, അപ്പോൾ മെമ്മറിയിലാണ് പ്രോഗ്രാം ഉണ്ടാവുക. ആ പ്രോഗ്രാമിനെ ഇവിടെ എത്തിക്കണം. ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിൽ എത്തിച്ചാൽ മാത്രമേ ഈ ALU വർക്ക് ചെയ്യുള്ളൂ. ഇപ്പം നോക്കാം, ഒരു എക്സാമ്പിൾ നോക്കാം. അഡിഷൻ ചെയ്യണം എന്ന് വെച്ചാൽ ആഡ് ചെയ്യണം, 2 നമ്പർ ആഡ് ചെയ്യണം. ആഡ് എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻ വർക്ക് ചെയ്യണം കമ്പ്യൂട്ടറിൽ. അപ്പോൾ അത് എവിടെയാണ് ഉണ്ടാവുക? ആഡ് എന്ന് പറഞ്ഞ ഇൻസ്ട്രക്ഷൻ എവിടെയാണ് ഉണ്ടാവുക? ഈ മെമ്മറിയിലാണ് ഉണ്ടാവുക. ഇവിടെ ഈ അറ്റത്തുണ്ടാവും ആഡ്. അപ്പോൾ ഈ ആഡ് വർക്ക് ചെയ്യണമെങ്കിൽ ഈ ആഡ് എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷനെ ഇവിടെ നിന്ന് എടുത്തിട്ട് എവിടെ കൊണ്ടുവരണം? നേരെ പോയി IR-ലേക്ക് കൊണ്ടുവരണം, ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിലേക്ക് കൊണ്ടുവരണം. ഇവിടെ ആഡ് എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻ ഇവിടെ എത്തിയാൽ മാത്രമേ ALU-വിന് അതിനെ വർക്ക് ചെയ്യിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ALU എന്താ ചെയ്യുക? ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിലുള്ള ഇൻസ്ട്രക്ഷനെ എക്സിക്യൂട്ട് ചെയ്യും. ALU എക്സിക്യൂട്ട് ചെയ്യുന്ന ആരെയും എക്സിക്യൂട്ട് ചെയ്യുള്ളൂ? IR-ൽ എന്താണോ ഉള്ളത് അതിനെയാണ് ALU എക്സിക്യൂട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ALU പെർഫോംസ് എക്സിക്യൂഷൻ ഓഫ് ദ ഇൻസ്ട്രക്ഷൻ സ്റ്റോർഡ് ഇൻ IR. ഓക്കെ, ALU എന്താണ് എക്സിക്യൂട്ട് ചെയ്യുക?
IR എന്താണോ ഉള്ളത് അതിന് എക്സിക്യൂട്ട് ചെയ്യും. IR ആഡ് എന്നാണ് ഉള്ളതെങ്കിൽ AL എന്ത് ചെയ്യും, അഡീഷൻ നടത്തും. IR സബ് എന്നാണ് ഉള്ളതെങ്കിൽ AL എന്ത് ചെയ്യും, സബ്ട്രാക്ഷൻ നടത്തും. IR മൾട്ടിപ്ലിക്കേഷൻ എന്നാണ് ഉള്ളതെങ്കിൽ AL എന്ത് ചെയ്യും, മൾട്ടിപ്ലിക്കേഷൻ നടത്തും. അപ്പൊ ALU വർക്ക് ചെയ്യുക, IR ഏത് ഇൻസ്ട്രക്ഷൻ ആണോ ഉള്ളത് അതിനെയാണ് എക്സിക്യൂട്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇപ്പൊ നമ്മുടെ ഇൻസ്ട്രക്ഷൻ എവിടെയാണുള്ളത്, മെമ്മറിയിലാണുള്ളത്. മെമ്മറിയിൽ നിന്ന് IR നേരിട്ട് പോകാൻ പറ്റുമോ, ഇല്ല. മെമ്മറിയും CPU തമ്മിലുള്ള കണക്ഷൻ ഏത് യൂണിറ്റുകൾ മാത്രമേ ഉള്ളൂ, CPU-നകത്തുള്ള 3 പേർക്ക് മാത്രമേ മെമ്മറിയിലേക്ക് പ്രവേശനമുള്ളൂ. നോക്കിയേ, MAR-നും MDR-നും കൺട്രോൾ യൂണിറ്റും മാത്രമേ മെമ്മറിയിലേക്ക് പാത്തുകളുള്ളൂ. IR-ന് നേരിട്ട് മെമ്മറിയിലേക്ക് പോകാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ CPU-വിന് മെമ്മറിയിൽ നിന്നൊരു ഡാറ്റയെ കൊണ്ടുവരണമെങ്കിൽ ആരുടെയൊക്കെ സഹായം വേണം, MAR-ൻ്റെതും MDR-ൻ്റെതും കൺട്രോൾ യൂണിറ്റിന്റെ സഹായം വേണം. ഓക്കെ, MAR MDR കൺട്രോൾ യൂണിറ്റിന് മാത്രമേ മെമ്മറിയിലേക്ക് പോകാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി നോക്കാം. ഇനി നമ്മുടെ ഇവിടെയുള്ള ഇൻസ്ട്രക്ഷനെ IR-ലേക്ക് കൊണ്ടുവരണമെങ്കിൽ നമ്മൾ എങ്ങനെയാണ് കമ്പ്യൂട്ടർ വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. ഇനി ആദ്യം MAR-ന്റെ ഫംഗ്ഷൻ നോക്കാം. MAR. ഓക്കെ, അപ്പൊ ഇത് എഴുതി റിലേഷൻ ബിറ്റ്വീൻ CPU ആൻഡ് മെമ്മറി എന്ന് എഴുതുക. ഈ ഡയഗ്രാം വരച്ചെടുക്കുക. എന്നിട്ട് എഴുതുക. എന്നിട്ട് നിങ്ങൾ എഴുതേണ്ടത് the microprocessor consists of താഴെ എഴുതാ ഫസ്റ്റ് വൺ ALU. മൈക്രോപ്രോസസർ എന്ന CPU-നകത്ത് എന്തൊക്കെയുണ്ട് നമ്മൾ ഓൾറെഡി പറഞ്ഞ. CPU-നകത്ത് ALU ഉണ്ട്. ഫസ്റ്റ് വൺ ALU. സെക്കൻഡ് വൺ കൺട്രോൾ യൂണിറ്റ്, ALU-യും കൺട്രോൾ യൂണിറ്റും. തേർഡ് വൺ ഇവിടെ കാണുന്ന എന്തൊക്കെയാണ്, ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ, പ്രോഗ്രാം കൗണ്ടർ, MAR, MDR, പിന്നെ ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ്. ഇപ്പൊ 7 യൂണിറ്റുകൾ എഴുതാം. ഓക്കെ, ദ മൈക്രോ പ്രോസസർ കൺസിസ്റ്റ്സ് ഓഫ് താഴെ ഫസ്റ്റ് വൺ ALU, പിന്നെ കൺട്രോൾ യൂണിറ്റ്, MAR, MDR, PC, IR and general purpose registers. Okay, അതിന് താഴെ എഴുതാം ALU is the main processing unit. ALU is the main processing unit. It performs all the calculations. Okay, അടുത്ത പോയിന്റ് എഴുതാം. The general purpose registers are used for storing temporary data. General purpose registers are used for storing temporary data. അടുത്ത പോയിന്റ്, the program counter is used for storing. ഇതൊക്കെ ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞു തരും കേട്ടോ. ഇത് എഴുതി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. The program counter is used for storing the address of next executing instruction. സ്പെസിഫൈ ചെയ്യാണ്. Program counter is used for storing the address of അത് ക്ലിയർ ആയിരിക്കണം. address of next executing instruction. അതിന്റെ കൂടെ തന്നെ എഴുതാം. പ്രോഗ്രാം കൗണ്ടർ തന്നെ അതിന്റെ കൂടെ തന്നെ ഇറ്റ് ഈസ് യൂസ്ഡ് ടു പോയിന്റ് ടു ദ ഇൻസ്ട്രക്ഷൻ that is to be read from the memory. That is to be read from the memory. അടുത്ത പോയിന്റ്, the memory address register is used to store the address of the memory location
used to store the address of memory location to or from to or from അല്ല അങ്ങനെ എഴുതണ്ട, നിങ്ങൾ എങ്ങനെ എഴുതിയാൽ മതി, അത് നിങ്ങൾക്ക് അതിനേക്കാളും കുറച്ച് കൺഫ്യൂഷൻ. The MAR is used to store the address of memory location where reading or writing is going to take place. Reading or writing is going to take place. TAKEPLACE, take place. ഓക്കെ. ഇനി അടുത്തത് MDR store the data to be written, 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 write എന്നല്ല പറയുന്നത്, written, to be written to the memory. Store the data to be written to the memory or the data read from the memory എഴുതി വെച്ചോളൂ. ഞാൻ പറഞ്ഞുതരാം. ഇതിപ്പോൾ എഴുതിയപ്പോൾ ആർക്കും ഒന്നും മനസ്സിലായിട്ടുണ്ടല്ലോ എന്നറിയാം, നിങ്ങൾ പറയുമ്പോൾ മനസ്സിലായിക്കോളൂ ഓരോന്നിൻ്റെയും. പിന്നെ IR കൂടി പറയാനുണ്ടല്ലോ. അടുത്ത IR എഴുതിയില്ല. അടുത്ത പോയിന്റ്, the instruction register is used to store the currently executing instruction. Okay, clear. ഇനി പറയാം. ഇനി പെന്നൊക്കെ അവിടെ വെക്കുക, പറയുന്നത് ശ്രദ്ധിക്കാം. ഈ കൺസെപ്റ്റാണ് ഞാൻ ക്ലിയർ ആയിരിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. MAR നോക്കുക. MAR എന്ന് പറഞ്ഞാൽ എന്താ? MAR എന്ത് സ്റ്റോർ ചെയ്യാൻ ഉപയോഗിക്കുക? മെമ്മറി അഡ്രസ് രജിസ്റ്റർ ആണ്. അഡ്രസ് രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താ? അഡ്രസ് സ്റ്റോർ ചെയ്യാൻ ഉപയോഗിക്കുന്ന രജിസ്റ്റർ. മാറിപ്പോരുതേ. അപ്പൊ MAR ഈസ് യൂസ്ഡ് ടു സ്റ്റോർ ദ അഡ്രസ് ഓഫ് മെമ്മറി ലൊക്കേഷൻ. അതാണ് എഴുതിയിരിക്കുന്നത്. MAR എന്ത് സ്റ്റോർ ചെയ്യാനാണ് ഉപയോഗിക്കുക? അഡ്രസ് ഓഫ് മെമ്മറി ലൊക്കേഷൻ. അഡ്രസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന രജിസ്റ്റർ ആണ് MAR. എവിടുത്തെ ഏത് അഡ്രസ്സ്? മെമ്മറിയിലേക്കുള്ള അഡ്രസ്. ഞാൻ എവിടെ പോകണം? അപ്പം നമുക്ക് നമ്മുടെ ലക്ഷ്യം എന്താണ്? മെമ്മറിയിലുള്ള ഒരു സാധനത്തിന് എടുത്ത് IRലേക്ക് കൊണ്ടുവരണം, CPU കൊണ്ടുവരണം. അപ്പം അതിന് ഞാൻ എവിടെയാണ് പോകേണ്ടത് എന്ന് പറയുന്നതാണ് എന്ത്? MAR. മെമ്മറിയിൽ ഞാൻ എവിടെ, മെമ്മറി എന്ന് പറഞ്ഞാൽ ഇത്രയും സ്ഥലങ്ങളുണ്ട്, കുറേ റൂമുകളുണ്ട്. ആ ഏത് റൂമിൽ പോകണം എന്ന് പറയുന്നതാണ് എന്ത്? MAR. അപ്പം എവിടെ പോകണം എന്ന് പറയുന്നതിനാണ് എന്താ പറയുക? MAR. ഓക്കെ. ഇനി നിങ്ങൾക്ക് ഞാൻ നല്ലൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഞാനിപ്പോൾ പിന്നെ നിങ്ങളുടെ റൂമിനകത്ത് ഒരു പുസ്തകമുണ്ട്, ഒരു നോട്ട് പുസ്തകമുണ്ട്. ഓക്കെ, നോട്ട്ബുക്ക്. ഈ നോട്ട് ബുക്കിനകത്ത് ഓരോ നോട്ട് ബുക്കിനും ഓരോ പേജ് നമ്പർ ഉണ്ട്. ഇപ്പം നോട്ട് ബുക്കിന് നമ്മൾ മെമ്മറിയാണെന്ന് വിചാരിക്കുക. നോട്ട് ബുക്ക് മെമ്മറിയാണ്. ഇപ്പം മെമ്മറിക്ക് എന്താ? ഓരോ റൂമുണ്ട് അല്ലേ, ഓരോ പേജുകളുണ്ട്. ഓരോ പേജിനും എന്തുണ്ട്? അഡ്രസ്സ് ഉണ്ട്. ഓരോ പേജിനും പേജ് നമ്പറിനെയാണ് നമ്മൾ അഡ്രസ്സ് എന്ന് പറയുന്നത് മെമ്മറിയുടെ. ഓരോ പേജിനും ഓരോ പേജ് നമ്പർ ഉണ്ട്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പം നോട്ട് ബുക്കാണ് നമ്മുടെ മെമ്മറി. ഇനി നിങ്ങളുടെ ടേബിളിൻ്റെ പുറത്ത് 3 ബോക്സ് ഉണ്ട്. നിങ്ങളുടെ ടേബിളിന് പുറത്ത് 3 ബോക്സ്. ഒരു ബോക്സിന് പുറത്ത് നിങ്ങൾ എഴുതേണ്ടത് എവിടെ പോകണം. ഓക്കെ, ഒരു ബോക്സിൻ്റെ സൈഡിൽ എഴുതി വെക്കേണ്ടത് എവിടെ പോകണം എന്നുള്ള ബോക്സാണ്. ആ ബോക്സിൻ്റെ പേര് എവിടെ പോകണം എന്നാണ്. രണ്ടാമത്തെ ബോക്സിൻ്റെ പേര് കണ്ടന്റ്, അതായത് കണ്ടന്റ് എന്താണ്. രണ്ടാമത്തെ ബോക്സിൽ എഴുതേണ്ടത് എന്താണ് എന്നാണ്. എന്താണ്, അത് മതി, എന്താണ്. രണ്ടാമത്തെ ബോക്സ് എന്താണ്. നിങ്ങൾ ചെയ്യാനല്ലേ പറഞ്ഞത്, നിങ്ങൾ ആലോചിച്ചാൽ മതി, എഴുതി വെക്കൊന്നും വേണ്ട. അപ്പോൾ നിങ്ങൾ 3 ബോക്സ് ഉണ്ടെന്ന് വെച്ചാൽ ഒന്നാമത്തെ ബോക്സിൻ്റെ പേര് എവിടെ പോകണം, രണ്ടാമത്തെ ബോക്സിൻ്റെ പേര് എന്താണ്. ഓക്കെ, മൂന്നാമത്തെ ബോക്സിൻ്റെ പേര് എന്ത് ചെയ്യണം. 3 ബോക്സായി. മൂന്നാമത്തെ ബോക്സിൻ്റെ പേര് എന്ത് ചെയ്യണം. ഓക്കെ,
ക്ലിയർ ആയില്ലേ? അപ്പോൾ ഈ 3 ബോക്സ് ഉണ്ട് എന്ന് മാത്രം. നോട്ട് പുസ്തകം, ഒരു നോട്ട് ബുക്ക് നിങ്ങളുടെ ടേബിളിൻ്റെ മുകളിലുണ്ട്. നോട്ട് ബുക്കിന് ഓരോ പേജ് നമ്പർ ഉണ്ട്. ഇനി വേറെ 3 ബോക്സുകളുണ്ട്. ഒന്നാമത്തെ ബോക്സിൻ്റെ പേര് എവിടെ പോകണം എന്നുള്ള ബോക്സാണ്. രണ്ടാമത്തെ ബോക്സിൻ്റെ പേര് എന്താണ് എന്നാണ്. മൂന്നാമത്തെ ബോക്സിൻ്റെ പേര് എന്ത് ചെയ്യണം എന്നാണ്. എന്താണ് എന്നല്ല എൻ്റെ പറയാൻ കണ്ടന്റ് എന്ന് എഴുതാം. കണ്ടന്റ് എന്ന് എഴുതിക്കോളൂ. കണ്ടന്റ് എന്താണെന്നല്ല, കണ്ടന്റ് എന്താണുള്ളത്, എന്താണുള്ളത് എന്നായിക്കോട്ടെ. അപ്പോൾ രണ്ടാമത്തെ ബോക്സിൻ്റെ പേര് എന്താണുള്ളത് എന്നാണ്. മൂന്നാമത്തെ ബോക്സിൻ്റെ പേര് എന്ത് ചെയ്യണം. ഓക്കെ, ഞാനൊരു പേപ്പറിനകത്ത് 10 എന്ന് എഴുതി. ഒരു പേപ്പറിനകത്ത് 10 എന്ന് എഴുതി ഒന്നാമത്തെ ബോക്സിലിട്ടു. ഒരു പേപ്പറിൽ 10, ഒരു ചെറിയ പേപ്പറിൽ 10 എന്ന് എഴുതി ഒന്നാമത്തെ ബോക്സിലിട്ടു. എവിടെ പോകണം എന്ന് പറഞ്ഞ ബോക്സില്ലേ, ഒന്നാമത്തെ എവിടെ പോകണം എന്ന് പറഞ്ഞ ബോക്സിൽ ഞാൻ 10 എന്ന് എഴുതിയിട്ടു. രണ്ടാമത്തെ ബോക്സിൽ ഞാൻ 25 എന്ന് എഴുതിയിട്ടു. രണ്ടാമത്തെ ബോക്സിന് ഏതാണ്? പിന്നെ എന്താണെന്നുള്ള ബോക്സ് ഇല്ലേ, എന്താണ് കണ്ടന്റ്, അതാണ് നമ്മളെ രണ്ടാമത്തെ ബോക്സ്. ആ ബോക്സിനകത്ത് നമ്മൾ എന്ത് എഴുതിയിട്ടു? 25 എന്ന് എഴുതിയിട്ടു. 25 എന്ന് വേണ്ട, രണ്ടാമത്തെ ബോക്സിനകത്ത് ഞാൻ ABCD എന്ന് എഴുതിയിട്ടു. രണ്ടാമത്തെ ബോക്സിൽ ഞാൻ ABCD എന്ന് എഴുതി ഒരു കടലാസിൽ എഴുതി അതിനകത്തിട്ടു. മൂന്നാമത്തെ ബോക്സിൽ ഞാൻ എന്തിട്ടു? എന്ത് ചെയ്യണം എന്ന് പറഞ്ഞ ബോക്സില്ല, മൂന്നാമത്തെ ബോക്സാണ് എന്ത് ചെയ്യണം. അതിനകത്ത് ഞാൻ എന്തെഴുതി? എഴുതുക എന്ന് എഴുതിയിട്ടു. മൂന്നാമത്തെ ബോക്സിൽ ഞാൻ എഴുതുക എന്ന് എഴുതി. ക്ലിയർ ആയില്ലേ? ഇനി നോക്കുക, ഒന്നാമത്തെ ബോക്സിൽ എന്താണ് എഴുതിയത്? 10 എന്ന് എഴുതി അല്ലേ? 10 എന്നല്ലത്. ഒരാൾ വന്ന് ഞാൻ ഇനി നിങ്ങൾ പോയി നോക്കുക. ഇനി നിങ്ങൾ നിങ്ങളുടെ ബോക്സ് നോക്കുക. ഒന്നാമത്തെ ബോക്സ് എടുക്കുക. എവിടെ പോകണം എന്നുള്ള ബോക്സാണ് ഒന്നാമത്തെ അല്ലേ? അപ്പോൾ 10 എന്നാണ് അതിൽ കാണുന്നത്. അപ്പോൾ എവിടെ പോകണം? നമ്മൾ മെമ്മറി, നമ്മുടെ നോട്ട് ബുക്കിലുള്ള 10ാമത്തെ പേജ് എടുക്കുക. എവിടെയാണ് പോകേണ്ടത്? 10ാമത്തെ പേജിലാണ് പോകേണ്ടത്. ഓക്കെ, അപ്പോൾ 10ാമത്തെ പേജ് എടുക്കുക. ഓക്കെ, 10ാമത്തെ പേജ് എടുക്കണം എന്ന് പറഞ്ഞില്ലേ? അപ്പോൾ 10ാമത്തെ പേജ് തുറന്നു വെക്കുക. അപ്പോൾ അതോടുകൂടി അതിൻ്റെ പരിപാടി കഴിഞ്ഞു. അതായത് എവിടെ പോകണം, എവിടെ പോയല്ലോ, എവിടെ പോകണം എന്ന് പറയുന്ന പരിപാടി കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ ബോക്സ് എടുക്കുക. എന്ത് ചെയ്യണം അല്ലേ? 10ാമത്തെ പേജിൽ നമ്മൾ പോയി നിൽക്കുകയാണ്. ഇപ്പോൾ 10ാമത്തെ പേജ് തുറന്നു വെച്ചു. എന്ത് ചെയ്യണം നമുക്കറിയില്ല. എന്ത് ചെയ്യണം അവിടെ എന്താ എഴുതിയിരിക്കുന്നത്? എന്ത് ചെയ്യണം എന്ന് പറയുന്ന ബോക്സിൽ ഇപ്പം എന്താ എഴുതിയിരിക്കുന്നത്? എഴുതുക. എന്ത് ചെയ്യണം എന്ന് പറഞ്ഞ ബോക്സിൽ എന്താ എഴുതിയിരിക്കുന്നത്? എഴുതുക. അപ്പോൾ 10ാമത്തെ പേജിൽ പോയി എന്താ ചെയ്യേണ്ടത്? എഴുതുകയാണ് ചെയ്യേണ്ടത്, റൈറ്റിംഗ് ആണ് ചെയ്യേണ്ടത്. 10ാമത്തെ പേജിൽ പോയി റൈറ്റിംഗ് ചെയ്യണം അല്ലേ? എന്താ റൈറ്റ് ചെയ്യേണ്ടത്? എന്താണ് റൈറ്റ് ചെയ്യേണ്ടത്? എന്താണ് റൈറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മുടെ ഏത് ബോക്സിലുണ്ട്? രണ്ടാമത്തെ ബോക്സായ എന്ത് എന്ന് പറയുന്ന ബോക്സില്ലേ? എന്താണ് കണ്ടന്റ് എന്ന് പറഞ്ഞ ബോക്സില്ലേ? അതിലെന്താ എഴുതിയിരിക്കുന്നത്? ABCD എഴുതണം. അപ്പോൾ ഇതിന് 3 കൂടി കൂട്ടുവായിച്ചാൽ എന്താണ് അർത്ഥം? 10ാമത്തെ പേജിൽ പോവുക, എഴുതുക. എന്തെഴുതുക? ABCD എന്ന് എഴുതുക. അതാണ് നമ്മൾ ഓപ്പറേഷൻ. മെമ്മറി, അതായത് നമ്മുടെ നോട്ട് ബുക്കിനകത്ത് 10ാമത്തെ പേജിൽ പോയി ABCD എന്ന് എഴുതണമെങ്കിൽ നടക്കുന്ന പ്രോസസ്സ് എന്താണ്? 10ാമത്തെ പേജിൽ പോയി ABCD എന്ന് എഴുതണമെങ്കിൽ നടക്കുന്ന പ്രോസസ്സ് എന്താണ്? MARൽ, അതായത് നമ്മുടെ ഒന്നാമത്തെ ബോക്സിൽ എവിടെ പോകണം എന്ന് പറയുന്ന ബോക്സിൽ 10 എന്ന് എഴുതുക. മൂന്നാമത്തെ ബോക്സിൽ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞ ബോക്സിൽ എഴുതുക എന്ന് എഴുതുക. രണ്ടാമത്തെ ബോക്സിൽ എന്താണ് കണ്ടന്റ്, എന്താണ് എഴുതേണ്ടത്, അതെവിടെ എഴുതണം? MDR, അതായത് നമ്മുടെ എന്താണ് ബോക്സ്, രണ്ടാമത്തെ ബോക്സിൽ എഴുതുക. ഓക്കെ, ഈ 3 ബോക്സും കൂടി നമുക്ക് കൂട്ടി വായിച്ചാൽ എന്ത് കിട്ടും? 10ാമത്തെ പേജിൽ പോയിട്ട് ABCD എന്ന് എഴുതുക. ഓക്കെ, അപ്പോൾ എവിടെ പോകണം എന്ന് പറയുന്നതാണ് MAR. എന്താണ് അവിടെ ചെയ്യേണ്ടത്, എന്താണ് അവിടെ ചെയ്യേണ്ടത് എന്ന് പറയുന്നതാണ് എന്താണ്? കൺട്രോൾ യൂണിറ്റ്. ഓക്കെ, എന്ത് ചെയ്യണം, എന്ത് ഓപ്പറേഷൻ നടത്തണം എന്ന് പറയുന്നതാണ് കൺട്രോൾ യൂണിറ്റ്. MDR എന്താണ് അവിടെ എഴുതേണ്ടത്? കൺട്രോൾ യൂണിറ്റ് എഴുതുക എന്ന് പറഞ്ഞു. അപ്പോൾ എന്താ എഴുതേണ്ടത്? MDRൽ എന്താണോ ഉള്ളത് അതാണ് അവിടെ എഴുതേണ്ടത്. MDRൽ എന്താ ഉള്ളത്? ABCD എന്നുള്ളത്. നിങ്ങളുടെ രണ്ടാമത്തെ ബോക്സാണ് MDR, അതിൻ്റെ പേരിൽ ABCD എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് മെമ്മറിയിൽ നമ്മൾ റൈറ്റ് ചെയ്യുന്നത്. എഴുതുന്ന പരിപാടിയിലേ ഇപ്പോൾ പറഞ്ഞുള്ളൂ. കൺട്രോൾ യൂണിറ്റ് എഴുതുക എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് മെമ്മറിയിൽ എഴുതുന്ന പരിപാടി കഴിഞ്ഞു. ഇനി അടുത്ത ഒരു ഓപ്പറേഷൻ നോക്കാം. അടുത്തൊരു കാര്യം, നിങ്ങളുടെ ഒന്നാമത്തെ ബോക്സിൽ 10 എന്ന് തന്നെ എഴുതുക. നേരത്തെ എക്സാമ്പിൾ വിടുക കേട്ടോ, അത് കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ എക്സാമ്പിൾ നോക്കാം. ഒന്നാമത്തെ ബോക്സ്, അതായത് എവിടെ പോകണം എന്ന് പറയുന്ന ബോക്സിനകത്ത് 10 എന്ന് എഴുതുക. ഒരു പേപ്പറിൽ എഴുതി 10 എന്നുണ്ട്.
10 എന്ന് എഴുതിയിട്ട് MAR, അതായത് ഒന്നാമത്തെ ബോക്സിൽ എഴുതിയിടുക, 10 എന്ന് എഴുതിയിടുക. ഇനി മൂന്നാമത്തെ ബോക്സിൽ നേരത്തെ എന്താ എഴുതി എഴുതുക എന്നിട്ട് ഇപ്പം എന്താണ് വായിക്കുക എന്ന് എഴുതുക. കൺട്രോൾ യൂണിറ്റ്, അതായത് മൂന്നാമത്തെ ബോക്സിൽ വായിക്കുക എന്ന് എഴുതിയിടുക. ഒരു പേപ്പറിൽ വായിക്കുക എന്ന് എഴുതി അതിനകത്ത് ഇടുക. ഓക്കെ. ഇനി രണ്ടാമത്തെ ബോക്സിൽ എന്തെങ്കിലും ഉണ്ടാവുമോ? ഒന്നും ഉണ്ടാവില്ല. ഒന്നും എഴുതണ്ട. രണ്ടാമത്തെ ബോക്സിൽ ഒന്നും എഴുതണ്ട. ഓക്കെ. ഇനി നോക്കാം ഇതിൻ്റെ ഓപ്പറേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ ബോക്സിൽ വന്നപ്പോൾ 10 എന്ന് കണ്ടു. 10 എന്ന് പറഞ്ഞാൽ എന്താ? 10ാമത്തെ പേജിൽ പോയി തുറക്കുക. 10ാമത്തെ പേജ് തുറക്കുക. ഓക്കെ. നോട്ട് ബുക്കിൽ 10ാമത്തെ പേജ് ഓപ്പൺ ചെയ്യുക. ഇനി മൂന്നാമത്തെ ബോക്സ് നോക്കാം. മൂന്നാമത്തെ ബോക്സിൽ എന്താ ഉള്ളത്? വായിക്കുക എന്നുള്ളത്. ഓക്കെ. വായിക്കുക എന്നാണ് മൂന്നാമത്തെ ബോക്സിലുള്ളത്. അപ്പോൾ 10ാമത്തെ പേജിൽ പോയി വായിക്കുക എന്നാണുള്ളത്. ഓക്കെ. അപ്പോൾ 10ാമത്തെ പേജിൽ പോയി വായിക്കുമ്പോൾ എന്താ? വായിക്കുമ്പോഴല്ലേ നമുക്കൊരു ഡാറ്റ കിട്ടുള്ളൂ. കൊടുക്കാനൊന്നുമില്ലല്ലോ. ഇങ്ങോട്ട് വായിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? വായിക്കുകയാണ്. ഇങ്ങോട്ട് നമുക്ക് കിട്ടുന്നതാണ്. ഓക്കെ. അപ്പോൾ 10ാമത്തെ പേജിൽ പോയി വായിച്ചാൽ എന്താണോ കിട്ടുന്നത് അതാണ് എവിടെ ഉണ്ടാവുക? രണ്ടാമത്തെ ബോക്സിലേക്ക് വരിക. 10ാമത്തെ പേജിൽ പോവുക, വായിക്കുക എന്ന് പറഞ്ഞു. വായിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? ഒരു ഡാറ്റ കിട്ടും. വായിച്ചാലല്ലേ കിട്ടുള്ളൂ. അതിന് മുമ്പേ നമുക്കറിയാൻ പറ്റും എന്താണുള്ളത്. 10ാമത്തെ പേജ് തുറന്ന് വായിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് ഡാറ്റ കിട്ടുകയുള്ളൂ. അതിലെന്താണോ എഴുതിയെന്നുള്ളത് കിട്ടുകയുള്ളൂ. 10ാമത്തെ പേജിൽ ഐ ആം എ ബോയ് എന്നാണുള്ളതെങ്കിൽ 10ാമത്തെ പേജിൽ പോയി തുറന്നു. 10ാമത്തെ നോട്ട് ബുക്കിലുള്ള 10ാമത്തെ പേജ് ഞാൻ തുറന്നു. കൺട്രോൾ യൂണിറ്റ് എന്ത് പറയുന്നു? വായിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ 10ാമത്തെ പേജിലുള്ള കണ്ടന്റ് ഞാൻ എഴുതി വെച്ചിരിക്കുന്നത് ഐ ആം എ ബോയ് എന്നാണ് ആ 10ാമത്തെ പേജിലുള്ളത്. ഓക്കെ. അപ്പോൾ 10ാമത്തെ പേജ് തുറന്നു, വായിച്ചാൽ എന്ത് കിട്ടി? ഐ ആം എ ബോയ് എന്ന് കിട്ടി അല്ലേ? വായിക്കുമ്പോഴേ കിട്ടുള്ളൂ. വായിച്ചപ്പോൾ ഐ ആം എ ബോയ് എന്ന് കിട്ടി. അതാണ് ഇവിടെ സ്റ്റോർ ചെയ്യുന്നത്, നമ്മുടെ കണ്ടന്റ് എന്ന് പറയുന്ന ബോക്സിലേക്ക് സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ വായിച്ചതിന് ശേഷം മാത്രമേ അതിൽ ഒരു ഡാറ്റ ഉണ്ടാകുകയുള്ളൂ. എഴുതുമ്പോൾ ആദ്യമേ ഡാറ്റ പറഞ്ഞാലേ എഴുതുള്ളൂ. എഴുതുന്ന കേസിൽ അങ്ങനെയാണ്. അപ്പോൾ ഞാൻ ഇനി പറഞ്ഞു വരുന്നത്, ഇനി നമുക്ക് കമ്പ്യൂട്ടറിലേക്ക് കിടക്കാം. ആ എക്സാമ്പിൾ ഒഴിവാക്കുക. ഇനി നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് കിടക്കാം. MAR എന്ന് പറഞ്ഞാൽ എന്താ? എവിടെ പോകണം എന്ന് പറയുന്ന, മെമ്മറിയിൽ എവിടെ പോകണം എന്ന് പറയുന്നതാണ് എന്ത്? MAR. അപ്പോൾ MAR സ്റ്റോർ ദ അഡ്രസ് ഓഫ് മെമ്മറി ലൊക്കേഷൻ വേർ റീഡിംഗ് ഓർ റൈറ്റിംഗ് ഈസ് ഗോയിങ് ടു ടേക്ക് പ്ലേസ് അല്ലേ? റീഡിങ്ങോ റൈറ്റിങ്ങോ നടക്കുന്ന ഇത് എവിടെയാണ് എന്ന് പറയുന്നതാണ് എന്ത്? MAR. അപ്പോൾ MARൽ നമുക്ക് എവിടെ പോകണമെന്ന് MARൽ എഴുതുക. അപ്പോൾ MAR സ്റ്റോർ ദ അഡ്രസ് ഓഫ് മെമ്മറി ലൊക്കേഷൻ. ഓക്കെ. MDR എന്താ? ഇനി MDRന്റെ ഫംഗ്ഷൻ എന്താ? MDR എന്ന് പറഞ്ഞാൽ എന്താ? മെമ്മറിയിൽ നിന്ന് വായിച്ച ഡാറ്റ സ്റ്റോർ ചെയ്യുക, അല്ലെങ്കിൽ മെമ്മറിയിൽ എഴുതാൻ പോകുന്ന ഡാറ്റ സ്റ്റോർ ചെയ്യുക. ഇതാണ് എന്തിന്റെ ഫംഗ്ഷൻ? MDRന്റെ ഫംഗ്ഷൻ. അപ്പോൾ MDR ഈസ് യൂസ്ഡ് ടു സ്റ്റോർ the data going to write to the memory. മെമ്മറിയിലേക്ക് റൈറ്റ് ചെയ്യാൻ പോകുന്ന ഡാറ്റ സ്റ്റോർ ചെയ്യാം. റൈറ്റ് ചെയ്യാൻ പോകുന്ന ഡാറ്റ. ഓക്കെ. മെമ്മറിയിലേക്ക് റൈറ്റ് ചെയ്യാൻ പോകുന്ന ഡാറ്റ സ്റ്റോർ ചെയ്യുന്നതാണ് MDR. അല്ലെങ്കിൽ എന്താണ്? MDRന് 2 ഫംഗ്ഷൻ ഉണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. MDRന് 2 ഫംഗ്ഷൻ ഉണ്ട്. എഴുതാൻ പോകുന്ന ഡാറ്റ ഉണ്ടാകുന്ന എവിടെയാണ്? MDRൽ ഉണ്ടാവുക. അല്ലെങ്കിൽ വായിച്ച് കിട്ടുന്ന ഡാറ്റ എവിടെയാണ് ഉണ്ടാവുക? MDRൽ ഉണ്ടാവുക. The data read from memory or the data going to write to memory. Okay. So MDR is used to store the data read from memory. മെമ്മറിയിൽ നിന്ന് കിട്ടുന്ന ഡാറ്റ സ്റ്റോർ ചെയ്യാൻ, അല്ലെങ്കിൽ മെമ്മറിയിലേക്ക് റൈറ്റ് ചെയ്യുന്ന ഡാറ്റ സ്റ്റോർ ചെയ്യാൻ. അപ്പോൾ റീഡ് ചെയ്യുന്നതോ റൈറ്റ് ചെയ്യുന്നതോ ആയ ഡാറ്റ സ്റ്റോർ ചെയ്യുക എന്നുള്ളതാണ് ആരുടെ പരിപാടി? MDRന്റെ പരിപാടി, ഫംഗ്ഷൻ. ഓക്കെ. ഇനി കൺട്രോൾ യൂണിറ്റിന്റെ ഫംഗ്ഷൻ എന്താ? വെരി സിമ്പിൾ. കൺട്രോൾ യൂണിറ്റ് ഈസ് യൂസ്ഡ് ടു സ്പെസിഫൈ ദ ഓപ്പറേഷൻ. എന്ത് ചെയ്യണം? റീഡ് ചെയ്യണോ റൈറ്റ് ചെയ്യണോ? അത് പറയുന്നതാണ് കൺട്രോൾ യൂണിറ്റ്. കൺട്രോൾ യൂണിറ്റ് 2 കാര്യമേ ചെയ്യുള്ളൂ. റീഡ് ചെയ്യണം അല്ലെങ്കിൽ റൈറ്റ് ചെയ്യണം. കാരണം എന്താ? മെമ്മറി 2 കാര്യമല്ലേ ചെയ്യുന്നുള്ളൂ, റീഡിങ്ങോ റൈറ്റിങ്ങോ. അപ്പോൾ കൺട്രോൾ യൂണിറ്റ് എന്തേ പറയുള്ളൂ? റീഡ് ചെയ്യുക, റൈറ്റ് ചെയ്യുക, എന്തെങ്കിലും ഒന്ന്. ഓക്കെ. അപ്പം MARൽ 10 ആണുള്ളത്, MDRൽ 25 എന്നാണുള്ളതെങ്കിൽ കൺട്രോൾ യൂണിറ്റിൽ റൈറ്റ് എന്നാണുള്ളതെങ്കിൽ എന്താണ് ചെയ്യുക? 10 എന്ന് പറയുന്ന മെമ്മറി ലൊക്കേഷനിൽ പോയി 25 എന്ന് പറയുന്ന ഡാറ്റ റൈറ്റ് ചെയ്യും. ഓക്കെ. ക്ലിയർ? ഇപ്പം റൈറ്റിംഗ്, മെമ്മറിയിലുള്ള റൈറ്റിംഗ് അങ്ങനെയാണ് ചെയ്യുക. മെമ്മറി റൈറ്റിംഗ് ഓപ്പറേഷൻ ഇങ്ങനെയാണ്. എവിടെ പോകണമെന്ന് MAR പറയും, എന്താണ് പോകേണ്ടത്, ഏത് ഡാറ്റയാണ് പോകേണ്ടത് എന്ന് MDR പറയും,
അവിടെ എന്താണ് ചെയ്യേണ്ടത്? പോകലാണോ വരലാണോ? അതായത് റീഡിംഗ് ആണോ റൈറ്റിംഗ് ആണോ എന്ന് ആര് പറയും? കൺട്രോൾ യൂണിറ്റ് പറയും. ഓക്കെ. ഇപ്പൊ എം ഡി ആറിന് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവരുത്. എം ഡി ആർ രണ്ട് കാര്യങ്ങൾ സ്റ്റോർ ചെയ്യും. എം ഡി ആർ റീഡ് ചെയ്ത് കിട്ടുന്ന ഡാറ്റ സ്റ്റോർ ചെയ്യും, അല്ലെങ്കിൽ റൈറ്റ് ചെയ്യാൻ പോകുന്ന ഡാറ്റ സ്റ്റോർ ചെയ്യും. ഇപ്പൊ റൈറ്റിംഗ് ആണ് നമ്മൾ മെമ്മറി റൈറ്റിംഗ് ആണ് നമ്മൾ നടത്തുന്നതെങ്കിൽ എം ഡി ആറിൽ ആദ്യമേ ഡാറ്റ ഉണ്ടാകും. ആദ്യമേ ഡാറ്റയല്ലേ നമുക്ക് റൈറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ. റീഡിംഗ് ആണ് നടക്കുന്നതെങ്കിൽ ആദ്യമേ ഡാറ്റ ഉണ്ടാവുമോ? നിങ്ങളുടെ ഒരു 10ാമത്തെ പേജ് തുറന്നാൽ മാത്രമല്ലേ ഡാറ്റ നമുക്ക് വായിക്കാൻ പറ്റുള്ളൂ. ഒരു മെമ്മറി തുറന്നാലേ അതിലുള്ള ഡാറ്റ വായിക്കാൻ പറ്റുള്ളൂ. ഓക്കെ. മെമ്മറി തുറന്ന് റീഡിംഗ് എന്ന് പറഞ്ഞാൽ മാത്രമേ നമുക്ക് ഡാറ്റ കിട്ടുള്ളൂ. അപ്പം അതുകൊണ്ട് മെമ്മറി റീഡിംഗ് ഓപ്പറേഷൻ നടത്തുമ്പോൾ ആഫ്റ്റർ റീഡിംഗ് മാത്രമേ എം ഡി ആറിൽ ഡാറ്റ കിട്ടുള്ളൂ. എഴുതാൻ പോകുമ്പോൾ അങ്ങനെയാണോ? എഴുതാൻ പോകുന്നത് നിങ്ങളുടെ പേജ്, ഞാൻ ഇപ്പോൾ നിങ്ങളുടെ ബുക്ക് തുറന്ന് ആദ്യമേ നിങ്ങൾക്ക് അറിയാം എന്താണ് എഴുതേണ്ടതെന്നുള്ളത്. റൈറ്റ് ചെയ്യാൻ പോകുമ്പോൾ അങ്ങനെയാണ്. ഞാൻ നിങ്ങളൊരു നോട്ട് പറഞ്ഞു തരുമ്പോൾ ഞാൻ പറയുന്നതല്ലേ നിങ്ങൾ റൈറ്റ് ചെയ്യുന്നത്. ഓക്കെ. വായിക്കുന്നത് അങ്ങനെയാണോ? വായിക്കുന്നത് എന്താ? നിങ്ങൾ ഓൾറെഡി എഴുതിയ സാധനമാണ് വായിക്കുന്നത്. അപ്പോൾ എം ഡി ആർ എന്ന് പറയുന്നത് മെമ്മറിയിൽ നിന്ന് റീഡ് ചെയ്ത് കിട്ടുന്ന ഡാറ്റ സ്റ്റോർ ചെയ്യാൻ, അല്ലെങ്കിൽ മെമ്മറിയിലേക്ക് റൈറ്റ് ചെയ്യുന്ന ഡാറ്റ സ്റ്റോർ ചെയ്യാൻ. ഓക്കെ. ഇപ്പോൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വൺ പി സി. എനിക്ക് ക്ലിയർ അടുത്ത സംഭവം പി സി എന്ന് പറഞ്ഞാൽ പ്രോഗ്രാം കൗണ്ടർ. പ്രോഗ്രാം കൗണ്ടർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് യൂസ്ഡ് ടു സ്റ്റോർ ദ അഡ്രസ് ഓഫ് നെക്സ്റ്റ് എക്സിക്യൂട്ടിംഗ് ഇൻസ്ട്രക്ഷൻ. പ്രോഗ്രാം കൗണ്ടർ എന്ന് പറഞ്ഞാൽ എന്ത് സ്റ്റോർ ചെയ്യാനാണ്? അടുത്ത എന്താണ് ചെയ്യേണ്ടത്? കുറെ ഇൻസ്ട്രക്ഷൻ ഉണ്ടാവുമല്ലോ. ആഡ് ചെയ്യാനുണ്ടാവും, മൾട്ടിപ്ലൈ ചെയ്യാനുണ്ടാവും, ഡിവിഷൻ ചെയ്യാനുണ്ടാവും. അപ്പോൾ അഡിഷൻ കഴിഞ്ഞ് അടുത്ത് ചെയ്യേണ്ട മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ അടുത്ത് ചെയ്യാൻ പോകുന്ന ഇൻസ്ട്രക്ഷന്റെ അഡ്രസ്സ് സ്റ്റോർ ചെയ്യാൻ, ഇൻസ്ട്രക്ഷൻ സ്റ്റോർ ചെയ്യാനല്ല, ഇൻസ്ട്രക്ഷന്റെ അഡ്രസ്സ് സ്റ്റോർ ചെയ്യാനാണ് എന്ത് ഉപയോഗിക്കുക? പ്രോഗ്രാം കൗണ്ടർ ഉപയോഗിക്കുക. അപ്പോൾ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. പ്രോഗ്രാം കൗണ്ടർ ഈസ് യൂസ്ഡ് ടു സ്റ്റോർ ദ അഡ്രസ് ഓഫ് നെക്സ്റ്റ് എക്സിക്യൂട്ടിംഗ് ഇൻസ്ട്രക്ഷൻ. പ്രോഗ്രാം കൗണ്ടർ ഈസ് യൂസ്ഡ് ടു സ്റ്റോർ ദ നെക്സ്റ്റ് എക്സിക്യൂട്ടിംഗ് ഇൻസ്ട്രക്ഷൻ അല്ല, അഡ്രസ് ഓഫ് നെക്സ്റ്റ് എക്സിക്യൂട്ടിംഗ് ഇൻസ്ട്രക്ഷൻ. അടുത്ത ചെയ്യാൻ പോകുന്ന ഇൻസ്ട്രക്ഷന്റെ അഡ്രസ്സ് സ്റ്റോർ ചെയ്യാനാണ് എന്ത് ഉപയോഗിക്കുക? പ്രോഗ്രാം കൗണ്ടർ ഉപയോഗിക്കുക. ഓക്കെ. ഇനി ഐ ആർ എന്താ? ഐ ആർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് യൂസ്ഡ് ടു സ്റ്റോർ ദ കറന്റ്ലി എക്സിക്യൂട്ടിംഗ് ഇൻസ്ട്രക്ഷൻ. ഇപ്പൊ എന്താണോ എക്സിക്യൂട്ട് ചെയ്യുന്നത് അതാണ് എവിടെ ഉണ്ടാവുക? ഐ ആറിൽ ഉണ്ടാവുക. കറന്റ്ലി എക്സിക്യൂട്ടിംഗ് ഇൻസ്ട്രക്ഷൻ അഡ്രസ് അല്ല. കറന്റ്ലി ഇപ്പൊ എന്താണോ ചെയ്യുന്നത്, കമ്പ്യൂട്ടർ ചെയ്യുന്നത് ഇപ്പൊ അഡിഷൻ ആണ് ചെയ്യുന്നതെങ്കിൽ, കമ്പ്യൂട്ടർ ഇപ്പോൾ അഡിഷൻ ആണ് ചെയ്യുന്നതെങ്കിൽ അത് എവിടെ ഉണ്ടാവും? ആഡ് എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻ എവിടെ ഉണ്ടാവും? ഐ ആറിൽ ഉണ്ടാവും. ഐ ആറിനകത്ത് നമ്മുടെ ഈ കമ്പ്യൂട്ടറിന്റെ ഫംഗ്ഷൻ തന്നെ എന്താണ്? മെമ്മറിയിൽ നിന്ന് ഇൻസ്ട്രക്ഷൻ എടുത്തിട്ട് ഐ ആറിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ഓക്കെ. അപ്പൊ ഐ ആർ എന്ന് പറയുന്നത്, ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് യൂസ്ഡ് ടു സ്റ്റോർ ദ കറന്റ്ലി എക്സിക്യൂട്ടിംഗ് ഇൻസ്ട്രക്ഷൻ. ഇപ്പൊ ചെയ്യുന്ന ഇൻസ്ട്രക്ഷൻ ആണ്, ഇപ്പോൾ എക്സിക്യൂട്ട് ചെയ്യുന്ന ഇൻസ്ട്രക്ഷൻ സ്റ്റോർ ചെയ്യാനാണ് ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ കേട്ടോ. ഇപ്പോൾ വർക്ക് ചെയ്യുന്ന ഇൻസ്ട്രക്ഷൻ സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന രജിസ്റ്റർ ആണ് ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ. ഓക്കെ. ALU നമ്മൾ ഓൾറെഡി പറഞ്ഞു. ALU എന്താ? നേരത്തെ പറഞ്ഞാണ്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു പെർഫോം ഓൾ ദ അരിത്തമാറ്റിക് ആൻഡ് ലോജിക്, ഓൾ ദ കാൽക്കുലേഷൻസ് അല്ലെ. അരിത്തമാറ്റിക് ആൻഡ് ലോജിക് ഓപ്പറേഷൻ, എല്ലാ അരിത്തമാറ്റിക് ആൻഡ് ലോജിക് ഓപ്പറേഷൻസും പെർഫോം ചെയ്യുന്ന ALU ആണ്. ഇനി അടുത്തത് ജനറൽ പർപ്പസ് രജിസ്റ്റർ. ജനറൽ പർപ്പസ് രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താ? ജനറൽ പർപ്പസ്, എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി ഉപയോഗിക്കുന്ന രജിസ്റ്റർ. അപ്പോൾ അതായത് ടെമ്പററി ഡാറ്റ ഒക്കെ സ്റ്റോർ ചെയ്യേണ്ടി വരും. നിങ്ങൾ ഒരു മാത്സ് ചെയ്യുമ്പോൾ, നിങ്ങളുടെ മാത്സിലൊരു പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾ കുറേ സൈഡിനകത്ത് റെഫർ ചെയ്യുന്നില്ലേ? മാത്സിനകത്ത് പ്രോഗ്രാം ഒരു മിസ് ഒരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ നിങ്ങൾ പെട്ടെന്ന് ആൻസർ മാത്രമല്ലല്ലോ എഴുതുക. ആൻസർ എഴുതുന്നതിന് മുമ്പേ നിങ്ങൾ കുറേ ടെമ്പററി ആയിട്ട് ഡാറ്റ അവിടെ ഇവിടെയൊക്കെ കൂട്ടി നോക്കുകയൊക്കെ വേണം. ടെമ്പററി ആയിട്ട് കുറേ ഡാറ്റ സൈഡിലൊക്കെ എഴുതി വെക്കുന്നതാണ് അല്ലേ? എന്നാലേ ആൻസർ കിട്ടുള്ളൂ നിങ്ങൾക്ക്. ആ സൈഡിൽ കുറേ ഡാറ്റ ഒക്കെ എഴുതി വെച്ചാലേ നിങ്ങൾക്ക് ഫൈനൽ ആൻസറിലേക്ക് എഴുതാൻ പറ്റുള്ളൂ. കാരണം നേരിട്ട് നിങ്ങൾക്ക് ആൻസർ കിട്ടൂല. കുറേ കാൽക്കുലേഷൻസ് ഒക്കെ നടത്തേണ്ടി വരും. ഈ കാൽക്കുലേഷൻസ് ഒക്കെ നടത്തുമ്പോൾ നിങ്ങൾക്ക് കുറേ ഡാറ്റ സൈഡിൽ എഴുതി വെക്കുന്നില്ലേ? കുറേ ഡാറ്റകൾ എഴുതി വെക്കേണ്ടി വരും. ആ ഡാറ്റയൊക്കെ സ്റ്റോർ. അതുപോലെ കമ്പ്യൂട്ടറിനകത്തും എന്ത് വേണം? ഒരു വലിയൊരു കാൽക്കുലേഷൻ നടത്തുമ്പോൾ കമ്പ്യൂട്ടറിനും കുറേ ഡാറ്റ ഒക്കെ ആവശ്യമില്ലാത്ത ടെമ്പററി ആയിട്ട് ഉള്ള ഡാറ്റ ഒക്കെ സൈഡിൽ എഴുതി വെക്കേണ്ടി വരും. ആ സൈഡിൽ നിന്ന് പറയുന്ന സ്ഥലമാണ് എന്ത്? ജനറൽ പർപ്പസ് രജിസ്റ്റർ. അപ്പോൾ ജനറൽ പർപ്പസ് രജിസ്റ്റർ എന്തിനാണ് ഉപയോഗിക്കുക? ടെമ്പററി ഡാറ്റ സ്റ്റോർ ചെയ്യാൻ. നിങ്ങളുടെ സൈഡിലുള്ള നിങ്ങളുടെ ബുക്കിനകത്ത് നിങ്ങൾ മാത്സ് ചെയ്യുമ്പോൾ സൈഡിൽ എഴുതുന്ന ഡാറ്റ പിന്നെ ഉപയോഗിക്കുന്നുണ്ടോ? റിസൾട്ട് കിട്ടിയതോടുകൂടി എന്ത് വേണം? അത് വേണോ? റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ അത് വേണ്ട, ടെമ്പററി ആണത്, ഇനി ആവശ്യമില്ല. റിസൾട്ട് കിട്ടുന്നത് വരെ അത് ഇമ്പോർട്ടൻ്റ് ആണ്. റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ അത് വേണ്ടല്ലോ, വേണ്ട. അതേപോലെയാണ് കമ്പ്യൂട്ടറിനകത്തും ഒരു എക്സിക്യൂഷൻ നടത്തുമ്പോൾ, കമ്പ്യൂട്ടർ ഒരു എക്സിക്യൂഷൻ നടത്തുമ്പോൾ
എന്ത് ചെയ്യണം, ടെമ്പററി ആയിട്ട് കുറേ ഡാറ്റ സ്റ്റോർ ചെയ്യേണ്ടി വരും. ആ ഡാറ്റയൊക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സ്ഥലമാണ് എന്ത്, ജനറൽ പർപ്പസ് രജിസ്റ്റർ. ഓക്കെ, ഇത് ക്ലിയർ ആയോ? ഇത് കുറേ ടൈം എടുത്തു. കുറേ ടൈം എടുത്തതിന് കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഈ ഇത്രയും സമയത്ത് കേട്ടിട്ടും ഇത് മനസ്സിലാക്കി ഇരിക്കണം. കാരണം ഇത് വലിയൊരു കൺസെപ്റ്റാണ്. MAR എന്താ, MDR എന്താന്നുള്ളത് കൺസെപ്റ്റ് മനസ്സിലാക്കിയിരിക്കണം. കമ്പ്യൂട്ടറിനകത്ത് എങ്ങനെയാണ് കമ്പ്യൂട്ടർ വർക്ക് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കിയിരിക്കണം. ഇപ്പൊ നമ്മൾ പറഞ്ഞ ആകെ ഇതാണ്. അതിന്റെ ഒരു കൺക്ലൂഷൻ ഞാൻ പറയാം. മെമ്മറി എന്നതിൻ്റെ അകത്താണ് എന്തുള്ളത്, മെമ്മറിയിലാണ് എല്ലാ ഇൻസ്ട്രക്ഷൻസും ഉള്ളത്. കമ്പ്യൂട്ടറിന് വർക്ക് ചെയ്യാൻ ആവശ്യമായ എല്ലാ ഇൻസ്ട്രക്ഷൻസും പ്രോഗ്രാമും ഒക്കെ എവിടെ ഉണ്ടാവുക, മെമ്മറിയിലാണ് ഉണ്ടാവുക. അപ്പൊ മെമ്മറിയിൽ നിന്നുള്ള ആ പ്രോഗ്രാമിനെ എടുത്തിട്ട് CPU-നകത്ത് കൊണ്ടുവന്നാൽ മാത്രമേ കമ്പ്യൂട്ടർ വർക്ക് ചെയ്യുള്ളൂ. അപ്പൊ മെമ്മറിയിൽ നിന്ന് ആ പ്രോഗ്രാമിനെ എടുത്ത് CPU-യിലേക്ക് കൊണ്ടുവരണമെങ്കിൽ നടത്തുന്ന പ്രോസസ്സാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത്. ഓക്കെ, ഇപ്പൊ മെമ്മറിയിൽ നിന്നുള്ള ആ പ്രോഗ്രാമിനെ CPU-നകത്തേക്ക് കൊണ്ടുവരണമെങ്കിൽ നമുക്ക് ആരുടെയൊക്കെ ഹെൽപ്പ് വേണം? MAR-ന്റെയും MDR-ന്റെയും കൺട്രോൾ യൂണിറ്റിന്റെയും ഹെൽപ്പ് വേണം. MAR MDR കൺട്രോൾ യൂണിറ്റിനെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ മെമ്മറിയിൽ നിന്നൊരു ഒരു ഇൻസ്ട്രക്ഷൻ എടുത്തിട്ട് CPU-നകത്തുള്ള IR-നകത്തേക്ക് കൊണ്ടുവരുന്നത്. ഓക്കെ, എന്നാലേ കമ്പ്യൂട്ടർ വർക്ക് ചെയ്യുള്ളൂ. ഏതൊരു സംഭവം വർക്ക് ചെയ്യണമെങ്കിൽ അത് IR-നകത്ത് വേണം. ഏതൊരു ഇൻസ്ട്രക്ഷൻ വർക്ക് ചെയ്യണമെങ്കിൽ അത് IR-ൽ സ്റ്റോർ ചെയ്യണം. IR എന്ന് പറഞ്ഞാൽ എന്താ? IR എന്ന് പറഞ്ഞാൽ ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ ആണ്. അതിന്റെ പരിപാടി എന്താ? ഇപ്പൊ എക്സിക്യൂട്ട് ചെയ്യുന്ന എന്താണോ എക്സിക്യൂട്ട് ചെയ്യേണ്ടത് അത് IR-ൽ സ്റ്റോർ ചെയ്യണം. അപ്പൊ കറന്റ് ഇപ്പൊ എക്സിക്യൂട്ട് ചെയ്യേണ്ട സംഭവം സ്റ്റോർ ചെയ്യുന്ന സ്ഥലമാണ് എന്ത്, IR. ഓക്കെ, IR എന്ന് പറയുന്നത് നമ്മുടെ ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ ആണ്. മെമ്മറിക്കകത്തുള്ള ആ ഇൻസ്ട്രക്ഷനെ IR-നകത്തേക്ക് എത്തിക്കണം. ആ എത്തിക്കാൻ വേണ്ടിയാണ് ഈ മൂന്നാൾക്കാർ ഹെൽപ്പ് ചെയ്യുന്നത്, MAR MDR കൺട്രോൾ യൂണിറ്റ്. MAR എന്തിനു വേണ്ടിയിട്ടാ? MAR നമുക്ക് എവിടെ നിന്നാണ് ഇൻസ്ട്രക്ഷൻ എടുക്കേണ്ടത്, മെമ്മറിയിൽ നിന്ന് എവിടെ നിന്നാണ് എടുക്കേണ്ടത് എന്നാണ് MAR പറഞ്ഞു കൊടുക്കും. എവിടെ പോകണം, മെമ്മറിയിൽ എവിടെ പോയിട്ടാണ് എടുക്കേണ്ടത് എന്ന് MAR പറഞ്ഞു കൊടുക്കും. കൺട്രോൾ യൂണിറ്റ് എന്ത് പറഞ്ഞു കൊടുക്കും? അത് എടുക്കണോ അല്ലെങ്കിൽ കൊടുക്കണോ. മെമ്മറിയിലേക്ക് എടുക്കുക എന്ന് പറഞ്ഞാൽ എന്താ? മെമ്മറിയിൽ നിന്ന് CPU-യിലേക്ക് എടുക്കുക എന്ന് പറഞ്ഞാൽ എന്താ? റീഡിങ്. ഇപ്പോൾ റീഡിംഗ് ആണോ നടത്തുന്നത്, റൈറ്റിംഗ് ആണോ നടത്തുന്നതെന്ന് കൺട്രോൾ യൂണിറ്റ് പറഞ്ഞു കൊടുക്കും. MDR എന്താ ചെയ്യുക? MDR എന്ത് സ്റ്റോർ ചെയ്യും? മെമ്മറിയിൽ നിന്ന് കിട്ടുന്ന ഡാറ്റ MDR-ലാണ് ഉണ്ടാവുക. റീഡ് ചെയ്യുമ്പോൾ മെമ്മറിയിൽ നിന്ന് ഒരു ഡാറ്റയെ റീഡ് ചെയ്യുകയാണെങ്കിൽ അത് എവിടെ ഉണ്ടാവുക? MDR-ലാണ് സ്റ്റോർ ചെയ്യുക. റീഡിങ് നടത്തി കഴിഞ്ഞാൽ MDR-ലാണ് നമുക്ക് മെമ്മറിയിലുള്ള ഡാറ്റ MDR-ലേ കിട്ടുള്ളൂ. മെമ്മറിയിൽ ആഡ് എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻ ഉണ്ടെങ്കിൽ, റീഡിങ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ആഡ് ഇപ്പോൾ എവിടെ ഉണ്ടാവും? MDR-ൽ ഉണ്ടാവും. ഓക്കെ, MDR-ലുണ്ടാവും. അപ്പോൾ MDR-ൽ നിന്ന് IR-ലേക്ക് കൊണ്ടുവന്നാലാണ് എന്ത് ചെയ്യുക, ഇൻസ്ട്രക്ഷൻ വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ മെമ്മറിയിൽ നിന്ന് റീഡ് ചെയ്ത് കിട്ടുന്ന ഡാറ്റ ഒക്കെ എവിടെയാണ് ഉണ്ടാവുക? MDR-ലാണ് ഉണ്ടാവുക. അപ്പോൾ മെമ്മറിയിൽ നിന്ന് എന്ത് സാധനം റീഡ് ചെയ്താൽ അത് എവിടെ ഉണ്ടാവും? യു വിൽ ഗെറ്റ് ദ ഡാറ്റ ഇൻ MDR. മെമ്മറി ഡാറ്റ രജിസ്റ്റർ ആണത്. ഡാറ്റ രജിസ്റ്റർ, ഡാറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന രജിസ്റ്ററാണ് ഡാറ്റ രജിസ്റ്റർ. അഡ്രസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന രജിസ്റ്ററാണ് അഡ്രസ് രജിസ്റ്റർ. അപ്പോൾ മെമ്മറിയിൽ നിന്ന് റീഡ് ചെയ്ത് കിട്ടുന്ന ഡാറ്റ MDR-ൽ ഉണ്ടാവും. ഓക്കെ, PC എന്ന് പറഞ്ഞാൽ എന്താ? പ്രോഗ്രാം കൗണ്ടർ, അതായത് നെക്സ്റ്റ് എക്സിക്യൂട്ടിംഗ് ഇൻസ്ട്രക്ഷന്റെ അഡ്രസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. PC ഈസ് യൂസ്ഡ് ടു സ്റ്റോർ ദ അഡ്രസ് ഓഫ് നെക്സ്റ്റ് എക്സിക്യൂട്ടിംഗ് ഇൻസ്ട്രക്ഷൻ. അടുത്ത് എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്ന ഇൻസ്ട്രക്ഷന്റെ അഡ്രസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയാണ് ഈ PC ഉപയോഗിക്കുന്നത്. ഓക്കെ, IR ഞാൻ ഓൾറെഡി പറഞ്ഞു. ഇനി ALU നമുക്ക് ഓൾറെഡി അറിയാം എന്താണ്, എല്ലാ എക്സിക്യൂഷനും പെർഫോം ചെയ്യുന്ന ALU ആണ്. ജനറൽ പർപ്പസ് രജിസ്റ്റർ എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ ടെമ്പററി ഡാറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇനി നോക്കാം. മെമ്മറി സ്റ്റോർസ്, അതിന് താഴെ എഴുതാം, മെമ്മറി സ്റ്റോർസ് ഓൾ ദ ഇൻസ്ട്രക്ഷൻസ് ആൻഡ് ഡാറ്റ. മെമ്മറിയിലാണ് എന്താ ഉണ്ടാവുക? എല്ലാ ഇൻസ്ട്രക്ഷനും ഡാറ്റയും ഒക്കെ എവിടെ ഉണ്ടാവും? മെമ്മറിയിലാണ് ഉണ്ടാവുക. ALU പെർഫോംസ് ഓൾ ദ എക്സിക്യൂഷൻ. എന്താ പറഞ്ഞു? ALU പെർഫോംസ് ഓൾ ദ എക്സിക്യൂഷൻസ്. ജനറൽ പർപ്പസ് രജിസ്റ്റർ സ്റ്റോർ ഓൾ ദ ടെമ്പററി ഡാറ്റ അറ്റ് ദ ടൈം ഓഫ് എക്സിക്യൂഷൻ. IR സ്റ്റോർ, ഇത് നേരത്തെ പറഞ്ഞ തന്നെയാണ് കേട്ടോ, അത് ഇതിൽ കാണിച്ചതേ ഉള്ളൂ. IR സ്റ്റോർ ദ കറന്റ്ലി എക്സിക്യൂട്ടിംഗ് ഇൻസ്ട്രക്ഷൻ. PC സ്റ്റോർ ദ അഡ്രസ് ഓഫ്, അത് അഡ്രസ് ഓഫ് ഞാൻ പ്രത്യേകം പറഞ്ഞാണ്, നിങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങൾ പറയില്ല, അതുകൊണ്ടാണ് അഡ്രസ് ഓഫ് നെക്സ്റ്റ് എക്സിക്യൂട്ടിംഗ് ഇൻസ്ട്രക്ഷൻ. ഇനി MAR എന്തിനാ? സ്റ്റോർ ദ അഡ്രസ് ഓഫ് മെമ്മറി ലൊക്കേഷൻ വേർ റീഡിംഗ് ഓർ റൈറ്റിംഗ് ഈസ് ഗോയിങ് ടു ടേക്ക് പ്ലേസ്. റീഡിങ്ങോ റൈറ്റിങ്ങോ നടത്താൻ വേണ്ടി എവിടെ പോകണം എന്ന് പറയുന്നതാണ് MAR. നേരത്തെ MDR എന്താ? സ്റ്റോർ ദ ഡാറ്റ ടു ബി റിട്ടേൺ ടു മെമ്മറി. മെമ്മറിയിലേക്ക് റൈറ്റ് ചെയ്യാൻ പോകുന്ന ഡാറ്റ, ഓർ റീഡ് ഫ്രം മെമ്മറി. ഓക്കെ, ഓർ റീഡ് ഫ്രം മെമ്മറി. മെമ്മറിയിൽ നിന്ന് റീഡ് ചെയ്ത് കിട്ടുന്ന ഡാറ്റ സ്റ്റോർ ചെയ്യാനാണ് MDR ഉപയോഗിക്കുക. ഓക്കെ, ഈ ടോപ്പിക് കഴിഞ്ഞു. ഇനി ഒരു ടോപ്പിക് കൂടി എടുക്കാം ഇന്ന്, കാരണം ഒരു ടോപ്പിക്കേ പഠിപ്പിച്ചില്ല, നമുക്ക് സമയം ഉണ്ടാവില്ല. അപ്പോൾ കമ്പ്യൂട്ടർ ഫങ്ഷൻസ് നമ്മൾ കഴിഞ്ഞു. ഇനി അടുത്തത്
ഇൻസ്ട്രക്ഷൻ ഫെച്ച് ആൻഡ് എക്സിക്യൂഷൻ. അടുത്ത ടോപ്പിക് ഇൻസ്ട്രക്ഷൻ ഫെച്ച് ആൻഡ് എക്സിക്യൂഷൻ. ഇപ്പൊ എന്താ ഇൻസ്ട്രക്ഷൻ ഫെച്ച് എന്ന് പറഞ്ഞാൽ എന്താ? ഫെച്ച് ചെയ്യാന്ന് പറഞ്ഞാൽ റീഡ് ചെയ്യുക കേട്ടോ. ഫെച്ചിങ് പറഞ്ഞാൽ റീഡിംഗ് എന്നാണ് അർത്ഥം. ഇപ്പൊ ഇൻസ്ട്രക്ഷൻ ഫെച്ച് എന്ന് പറഞ്ഞാൽ എന്താ? ഇൻസ്ട്രക്ഷനെ റീഡ് ചെയ്യുക. എവിടുന്നാ റീഡ് ചെയ്യേണ്ടത്? എല്ലാ ഇൻസ്ട്രക്ഷൻസ് എവിടെയാണ് ഉണ്ടാവുക? എല്ലാ ഇൻസ്ട്രക്ഷൻസും എവിടെയാണ് ഉണ്ടാവുക? വർക്ക് ചെയ്യണമെങ്കിൽ മെമ്മറിയിലാണ് ഉണ്ടാവുക. അപ്പൊ മെമ്മറിയിൽ നിന്ന് ഇൻസ്ട്രക്ഷനെ റീഡ് ചെയ്ത് CPU-യിൽ എത്തിക്കുന്ന പരിപാടിക്ക് പറയുന്ന പേരാണ് ഇൻസ്ട്രക്ഷൻ ഫെച്ച്. ഓക്കെ. റീഡിങ് ആൻ ഇൻസ്ട്രക്ഷൻ ഫ്രം മെമ്മറി ഈസ് കോൾഡ് ഇൻസ്ട്രക്ഷൻ ഫെച്ച്. അതാണല്ലോ, ഒരു മെമ്മറിയിൽ നിന്ന് ഒരു ഇൻസ്ട്രക്ഷനെ റീഡ് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് ഇൻസ്ട്രക്ഷൻ ഫെച്ച്. ഓക്കെ. അപ്പൊ ഇൻസ്ട്രക്ഷൻ ഫെച്ച് എന്ന് പറഞ്ഞാൽ എന്താ? ഇൻസ്ട്രക്ഷൻ റീഡ് ചെയ്ത് മെമ്മറിയിൽ നിന്ന് റീഡ് ചെയ്ത് എവിടെ കൊണ്ടുവന്നു? CPU-യിൽ കൊണ്ടുവന്നു. അതെങ്ങനെയാണ് ചെയ്യുന്നതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ഒരു ഇൻസ്ട്രക്ഷൻ എങ്ങനെയാണ് ഫെച്ച് ചെയ്യുന്നത് എന്നാണ് നമ്മൾ ഡിസ്കസ്ഡ് ഇൻ ദ ലാസ്റ്റ് ടോപ്പിക് അല്ലേ? MAR-ന്റെ MDR-ന്റെയും കൺട്രോൾ യൂണിറ്റിന്റെയും സഹായത്തോടു കൂടിയാണ് എന്ത് ചെയ്യുന്നത്? ഒരു ഇൻസ്ട്രക്ഷനെ ഫെച്ച് ചെയ്ത് എവിടെ കൊണ്ടുവരുന്നത്? IR-ലേക്ക് കൊണ്ടുവരുന്നത്. MDR-ലാണ് കിട്ടുക, MDR IR-ലേക്ക് മൂവ് ചെയ്യും. അതോടുകൂടി എന്താ? ഇൻസ്ട്രക്ഷൻ ഫെച്ച് കഴിഞ്ഞു. ഓക്കെ. അപ്പൊ ഇൻസ്ട്രക്ഷൻ ഫെച്ച് എന്ന് പറഞ്ഞാൽ എന്താ? IR-ലെത്തി. ഒരു ഇൻസ്ട്രക്ഷനെ മെമ്മറിയിൽ നിന്ന് ലോഡ് ചെയ്തു, മെമ്മറിയിൽ നിന്ന് റീഡ് ചെയ്തു, MDR-ലെത്തി. ആദ്യം MDR-ൽ നിന്ന് അതിനെ IR-ലേക്ക് എത്തിച്ചു. IR-ലേക്ക് എത്തിയാൽ എന്തായി? IR-ൽ എത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? ഇനി എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. IR-ൽ എത്തിയാൽ മാത്രമേ ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുള്ളൂ. നമ്മൾ പറഞ്ഞാണല്ലോ ഇപ്പോൾ. അപ്പൊ അതിന് എക്സിക്യൂട്ട് ചെയ്യുന്ന പറയുന്ന പേരാണ് എക്സിക്യൂഷൻ. ഒരു ഇൻസ്ട്രക്ഷനെ റീഡ് ചെയ്തു, IR-ലേക്ക് എത്തിച്ചു. IR-ലേക്ക് എത്തിക്കുന്നത് വരെയുള്ള പറയുന്ന പേരാണ് എന്ത്? ഇൻസ്ട്രക്ഷൻ ഫെച്ച് എന്നുള്ളത്. അപ്പോൾ IR-ൽ എത്തിക്കഴിഞ്ഞാൽ എന്താ ചെയ്യുക? അതിനെ എക്സിക്യൂട്ട് ചെയ്യും, അതിനെ വർക്ക് ചെയ്യും. പാട്ട് പാടാനാണ് അത് പാട്ട് പാടിക്കും, കൂട്ടാനാണെങ്കിൽ അത് അഡിഷൻ ചെയ്യും, മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാനുള്ളതാണ് അത് എന്താണോ ഇൻസ്ട്രക്ഷൻ, എന്ത് ഇൻസ്ട്രക്ഷൻ ആണോ നമുക്ക് ചെയ്യേണ്ടത് ആ ഇൻസ്ട്രക്ഷനെ നമ്മൾ IR-ലേക്ക് എത്തിക്കുക. എന്നാൽ അതെന്ത് ചെയ്യും? ആ ഇൻസ്ട്രക്ഷനെ എക്സിക്യൂട്ട് ചെയ്യും. അപ്പോൾ ആഫ്റ്റർ ഫെച്ചിങ് ഇൻസ്ട്രക്ഷൻ ഇറ്റ് വാണ്ട്സ് ടു ബി സ്റ്റോർഡ് ഇൻ IR ഫോർ എക്സിക്യൂഷൻ അല്ലേ? IR-ലേക്ക് എത്തിച്ചാലേ അത് എന്ത് ചെയ്യുള്ളൂ? എക്സിക്യൂട്ട് ചെയ്യുള്ളൂ. ഇനി ഒരു എക്സാമ്പിൾ കൺസിഡർ ചെയ്യാം. ഈ എക്സാമ്പിൾ നോക്കുക. ആഡ് R1, R2. രജിസ്റ്റർ 1 രജിസ്റ്റർ 2 എന്നാണ് കേട്ടോ. ഒരു എക്സാമ്പിൾ ആണ് ആഡ് R1, R2. ഇതൊരു ഇൻസ്ട്രക്ഷനാണ്, നിങ്ങൾ പഠിക്കും. ഇപ്പൊ ഇതൊരു ചെറിയ ഇൻസ്ട്രക്ഷൻ, ആഡ് R1, R2. ഇതിന്റെ അർത്ഥം എന്താ അറിയോ? ഇതിന്റെ മീനിങ് ഇറ്റ് മീൻസ് ദാറ്റ് ആഡ് ദ കണ്ടന്റ് ഓഫ് രജിസ്റ്റർ R1 ആൻഡ് ആഡ് ദ കണ്ടന്റ് ഓഫ് രജിസ്റ്റർ R2. കണ്ടന്റ് രജിസ്റ്റർ R1ഉം രജിസ്റ്റർ R2ഉം കൂടി R1-ലെ കണ്ടന്റും R2-ലെ കണ്ടന്റും കൂടി ആഡ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക? റിസൾട്ട് എവിടെ സ്റ്റോർ ചെയ്യണം? R1-ൽ സ്റ്റോർ ചെയ്യാം. അതാണ് ഇതിന്റെ മീനിങ്. ആഡ് R1, R2 എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് ആഡ് ദ കണ്ടന്റ് ഓഫ് രജിസ്റ്റർ R1 ആൻഡ് R2 ആൻഡ് സ്റ്റോർ ദ റിസൾട്ട് ഇൻ R1. എക്സാമ്പിൾ നോക്കാം. R1-നകത്ത് 5 എന്നാണുള്ളത്, R2-നകത്ത് 6 എന്നാണുള്ളത് വിചാരിച്ചു. R1 എന്ന് പറഞ്ഞ രജിസ്റ്ററാണ്, വെറുതെ ഒരു പേരിട്ടുന്നുള്ളൂ. R1 എന്ന് പറഞ്ഞ രജിസ്റ്ററിനകത്ത് 5 എന്ന് സ്റ്റോർ ചെയ്തിട്ടുണ്ട്. R2 എന്ന് പറഞ്ഞ രജിസ്റ്ററിനകത്ത് 6 എന്ന് സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ആഡ് R1, R2 എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? 5ഉം 6ഉം കൂടി ആഡ് ചെയ്യും, അഡിഷൻ നടത്തും. 5, 6ഉം കൂടി കൂട്ടി എന്ത് കിട്ടും? 11 എന്ന് കിട്ടും. ഓക്കെ. അപ്പൊ 11 എവിടെ സ്റ്റോർ ചെയ്യണം? ഇത് കഴിഞ്ഞില്ല, ഇൻസ്ട്രക്ഷൻ കഴിഞ്ഞില്ല. 5ഉം 6ഉം കൂടി കൂട്ടി 11 എന്ന് കിട്ടി. ആ 11 എവിടെ സ്റ്റോർ ചെയ്യും? R1-ൽ സ്റ്റോർ ചെയ്യും. R1 അതാണ് ഇതിന്റെ മീനിങ്. R1-ൽ സ്റ്റോർ ചെയ്യുന്നവരെ 11 എന്ന് റിസൾട്ട് R1-ൽ സ്റ്റോർ ചെയ്യുന്നത് വരെ എന്ത് ചെയ്യും? എക്സിക്യൂട്ട് ചെയ്യും. അതാണ് ഇതിന്റെ മീനിങ്. ഇപ്പൊ ആഡ് R1, R2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ R1-ലെ കണ്ടന്റും R2-ലെ കണ്ടന്റും കൂടി കൂട്ടി റിസൾട്ട് R1-ൽ സ്റ്റോർ ചെയ്യും. ഓക്കെ, അതാണ് മീനിങ്. ക്ലിയർ? അതിന്റെ മീനിങ് എഴുതിയിട്ടുണ്ട്. ആഡ് ദ കണ്ടന്റ് ഓഫ് രജിസ്റ്റർ R1 ആൻഡ് R2 ആൻഡ് സ്റ്റോർ ദ റിസൾട്ട് ഇൻ R1-ൽ സ്റ്റോർ ചെയ്യും. ഇനി ഈ ഇൻസ്ട്രക്ഷൻ എങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്? ഇതൊക്കെ എഴുതിയെടുക്കണേ. ദിസ് ഇൻസ്ട്രക്ഷൻ നീഡ് ദ ഫോളോയിങ് സ്റ്റെപ്സ് ടു എക്സിക്യൂട്ട്. ഈ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നോക്കാം. സ്റ്റെപ്പ് 1. ഒന്നാം സ്റ്റെപ്പിൽ എന്താണ്? ഇത് എവിടെയാണ് ഉണ്ടാവുക? ഈ ഇൻസ്ട്രക്ഷൻ എവിടെയാണ് ഉണ്ടാവുക? മെമ്മറിയിലാണ് ഉണ്ടാവുക. അപ്പൊ ആദ്യം അതിനെ അവിടെ നിന്ന് എടുത്ത് കൊണ്ടുവരണം അല്ലേ? അപ്പൊ MR-ൽ എന്ത് സ്റ്റോർ ചെയ്യും? അഡ്രസ് ഓഫ് തിങ്സ്. ആഡ് എന്ന് പറഞ്ഞ സാധനം എവിടെയുള്ളത്? ഇപ്പോൾ ആഡ് എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻ എവിടെയുള്ളത്? മെമ്മറിയിലാണ് ഉള്ളത്. അപ്പൊ ആഡിനെ എടുത്തിട്ട് എവിടെ കൊണ്ടുവരണം? മെമ്മറിയിൽ വെച്ചാൽ വർക്ക് ചെയ്യൂലല്ലോ. ആ മെമ്മറിയിൽ നിന്ന് ആഡ് എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻ എടുത്തിട്ട് എവിടെ? IR-ലേക്ക് എത്തിക്കണം. അതിനാണ് എന്താ പറയുക? ഇൻസ്ട്രക്ഷൻ ഫെച്ച് എന്ന് പറയാം. അപ്പൊ അതിനെത്തിക്കാൻ വേണ്ടി നമുക്ക് നേരത്തെ പറഞ്ഞിട്ടുണ്ട് ആരൊക്കെ വേണം? MAR, MDR ഒക്കെ വേണം. ഓക്കെ. അപ്പൊ ആദ്യം എന്താ ചെയ്യേണ്ടത്? ആഡ് എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷനെ
IR എത്തിക്കാൻ വേണ്ടി ആദ്യം ചെയ്യേണ്ട എന്താ? ആഡ് എവിടെയുള്ളത്? ഇപ്പോൾ ഒരു 100 എന്ന് പറയുന്ന പേജിലാണെന്ന് വിചാരിച്ചോ. മെമ്മറിക്കകത്ത് 100ാമത്തെ പേജിലാണ് ആഡ് സ്റ്റോർ ചെയ്തതെന്ന് വെച്ചോ. ആഡ് എന്ന് എഴുതിയിരിക്കുന്നത് 100 എന്ന് പറയുന്ന പേജിലാണ്. 100 എന്ന് പറയുന്ന മെമ്മറി ലൊക്കേഷനാണ് ഉള്ളതെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ? MIRനകത്ത് ലോഡ് ചെയ്യണം. എവിടെ പോകണം? 100 എന്ന് ലോഡ് ചെയ്യണം. ലോഡ് ദ MIR വിത്ത് ദ അഡ്രസ് ഓഫ് ഇൻസ്ട്രക്ഷൻ. ആ ഇൻസ്ട്രക്ഷൻ എവിടെയാണോ ഇരിക്കുന്നത് ആ ലൊക്കേഷന്റെ അഡ്രസ് എവിടെ സ്റ്റോർ ചെയ്യണം? MIRൽ സ്റ്റോർ ചെയ്യണം. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഇപ്പൊ MIRൽ എന്ത് സ്റ്റോർ ചെയ്തു? 100 എന്ന് സ്റ്റോർ ചെയ്തു. ഓക്കെ, 100 എന്ന് സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്? MIRൽ 100 സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്താ മെമ്മറി എവിടെ പോകും? മെമ്മറിയിലേക്ക് നമ്മൾ 100ാമത്തെ പേജിൽ പോയി നിൽക്കും. ഓക്കെ, 100ാമത്തെ പേജിൽ പോയി നിന്നു. ഇനി അവിടെ നിന്ന് എന്താണ് ചെയ്യേണ്ടത്? റീഡിംഗ് ആണോ റൈറ്റിംഗ് ആണോ? ഇൻസ്ട്രക്ഷൻ ഫെച്ച് എന്ന് പറഞ്ഞാൽ എന്താ? ഫെച്ച് എന്ന് പറഞ്ഞാൽ റീഡിംഗ് അല്ലേ? ഓക്കെ, അപ്പൊ കൺട്രോൾ യൂണിറ്റ് എന്താണ് പറയേണ്ടത്? കൺട്രോൾ യൂണിറ്റ് നമ്മൾ 100ാമത്തെ പേജിൽ പോയി നിന്നു. 100ാമത്തെ പേജിൽ പോയി നിന്നപ്പോൾ അവിടെ നിന്ന് എന്ത് ചെയ്യണം? റീഡ് ചെയ്യണം. അപ്പൊ കൺട്രോൾ യൂണിറ്റ് എന്ത് പറയണം? റീഡ് എന്ന് പറയുന്നതാണ്. ഓക്കെ, അതാണ് കൺട്രോൾ യൂണിറ്റ് സെൻഡ് റീഡ് സിഗ്നൽ. അപ്പൊ 100ാമത്തെ പേജിൽ പോയി കൺട്രോൾ യൂണിറ്റ് റീഡ് എന്ന് പറഞ്ഞു. അപ്പൊ എന്ത് ചെയ്യണം? 100ാമത്തെ പേജിൽ പോയി റീഡ് ചെയ്യണം. 100ാമത്തെ പേജിൽ പോയി റീഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 100ാമത്തെ പേജിൽ എന്താ ഉള്ളത്? ആഡ് അല്ലേ? 100ാമത്തെ മെമ്മറിയിൽ ഏതാ ഉള്ളത്? 100ാമത്തെ മെമ്മറി ലൊക്കേഷനിൽ ആഡ് എന്നാണ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. അത് നമുക്ക് എടുക്കണം. അതിനെടുത്ത് കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മുടെ ഡ്യൂട്ടി. അപ്പൊ 100ാമത്തെ പേജിൽ ഇപ്പൊ MIRൽ അഡ്രസ് സ്റ്റോർ ചെയ്തു. കൺട്രോൾ യൂണിറ്റ് റീഡ് എന്ന് പറഞ്ഞു. അപ്പൊ എന്ത് സംഭവിക്കും? 100ാമത്തെ പേജിൽ പോയി റീഡ് ചെയ്യും. റീഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? നൗ ദ ഇൻസ്ട്രക്ഷൻ ഈസ് ഇൻ MDR. ഇപ്പൊ എന്തായി? റീഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്ത് കിട്ടി? ആഡ് എന്ന് പറയുന്ന സംഭവം മെമ്മറിയിൽ നിന്ന് എവിടേക്ക് വന്നു? MDRലേക്ക് വന്നു. അപ്പൊ 100ാമത്തെ പേജിൽ പോയി റീഡ് ചെയ്തു. റീഡ് ചെയ്തപ്പോൾ എന്ത് കിട്ടി? 100ാമത്തെ പേജിൽ എന്താണോ ഉള്ളത് അത് എവിടെ കിട്ടി? MDRലേക്ക് കിട്ടി. ഓക്കെ, നൗ ദ ഇൻസ്ട്രക്ഷൻ. ആ ഇൻസ്ട്രക്ഷൻ എന്താ? 100ാമത്തെ പേജിൽ ഒരു ഇൻസ്ട്രക്ഷൻ ഉള്ളത്. ഏത് ഇൻസ്ട്രക്ഷൻ ഉള്ളത്? ആഡ് എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. അത് എവിടെ എത്തി? MDRലെത്തി. ഓക്കെ, അപ്പൊ നമ്മുടെ മെമ്മറിയിൽ നിന്ന് എവിടേക്ക് വന്നു? MDRലേക്ക് വന്നു. MDRൽ വെച്ചാൽ വർക്ക് ചെയ്യോ? ഇല്ല. അതിനെവിടെ കൊണ്ടുപോകണം? IRലേക്ക് കൊണ്ടുപോകണം. മൂവ് ദ കണ്ടന്റ് ഓഫ് MDR ടു IR. MDR എന്ന് അതിനെ എടുത്തിട്ട് IRലേക്ക് കൊണ്ടുവരണം. എന്നാലേ വർക്ക് ചെയ്യുള്ളൂ. അപ്പൊ IRലേക്ക് എത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്തു? ആഡ് വർക്ക് ചെയ്യും. പെർഫോം ദ അഡീഷൻ ഓപ്പറേഷൻ ബൈ ALU. അപ്പൊ ആഡ് എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻ മെമ്മറിയിൽ നിന്ന് വന്ന് MDRൽ വന്നു. MDRന്ന് IRലേക്ക് വന്നു. IRലേക്ക് എത്തിക്കഴിഞ്ഞാൽ ആ ഇൻസ്ട്രക്ഷൻ വർക്ക് ചെയ്യും. റിസൾട്ട് എവിടെ പോയി? ഇൻസ്ട്രക്ഷൻ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? റിസൾട്ട് R1ലേക്ക് സ്റ്റോർ ചെയ്തു. ഓക്കെ, ഇതാണ് ഇത്രയും സ്റ്റെപ്പാണ് അതിലുള്ളത്. അപ്പൊ ഇത്രയും സ്റ്റെപ്പാണ് അതിനകത്തുള്ളത്. ഇത് ക്ലിയർ ആയിട്ട് പഠിക്കുക. ഇത് എഴുതി പഠിച്ചാൽ എനിക്ക് മനസ്സിലാവും. ഇതിപ്പോ നമുക്ക് നേരിട്ട് ക്ലാസ് എടുക്കുന്ന അത്ര എഫക്റ്റ് നമുക്ക് എന്തായാലും ഇതിന് കിട്ടില്ല. അതുകൊണ്ട് ഈ റിപ്പീറ്റഡ് ആയിട്ട് ഇത് കേൾക്കുക. കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഇത്ര കുറെ ടൈം എടുത്തു. നിങ്ങൾ എന്ത് ചെയ്യണം? ഈ വീഡിയോ ക്ലിയർ ആയിട്ട് വാച്ച് ചെയ്യുക, റിപ്പീറ്റഡ് ആയിട്ട് വാച്ച് ചെയ്യുക. കാരണം ഈ ഒരു കോൺസെപ്റ്റ് വെരി ക്ലിയർ ആയാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? കൂടുതലായിട്ട് ഇതിൻ്റെ കോൺസെപ്റ്റ് ക്ലിയർ ആക്കാൻ പറ്റുള്ളൂ. അപ്പോൾ കമ്പ്യൂട്ടർ ആർക്കിടെക്ചറിൻ്റെ പ്രൈമറി കോൺസെപ്റ്റാണ് ഞാൻ പറഞ്ഞത്. MIR എന്തിനാണ്, MDR എന്തിനാണ്, IR എന്തിനാണ്, PC എന്തിനാണെന്നുള്ളതൊക്കെ നിങ്ങൾ പഠിക്കാം. ഓക്കെ, പിന്നെ ഉള്ളത് ഈ എഴുതുന്ന കാര്യം, ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതും കൂടി പഠിക്കണം. ഇതിപ്പോൾ നമ്മളെങ്ങനെയാണ് മെമ്മറിയിൽ നിന്ന് എങ്ങനെയാണ് ഡാറ്റ അല്ലെങ്കിൽ ഒരു ഇൻസ്ട്രക്ഷൻ എവിടേക്ക് എത്തിയത്, IRലേക്ക് എങ്ങനെയാണ് എത്തിയത്, അതിനുള്ള സ്റ്റെപ്പ് കുറേ പ്രാവശ്യം നമ്മൾ പറഞ്ഞു. കുറേ പേർക്ക് ബോറടിക്കുന്നുണ്ടാവും, കാരണം റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഏതെങ്കിലും ഒരാൾക്ക് അത് മനസ്സിലാവാതെ പോകരുത് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഏതെങ്കിലും ഒരാളുണ്ടാവും. ഇപ്പൊ എല്ലാവരെയും നമുക്ക് ഒരേപോലെ ഒരേപോലത്തെ ബുദ്ധിയോ കാര്യങ്ങളോ ഒന്നും എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല. ഓക്കെ, അപ്പൊ ഏതെങ്കിലും ഒരാൾക്ക് എന്തുണ്ടാവാം, പിന്നെ മനസ്സിലാവാത്തവരാ. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ചിലപ്പോൾ ഏതെങ്കിലും കുറെ പേർക്ക് ഫസ്റ്റ് പറഞ്ഞപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവാം, കുറെ പേർക്ക് ഇപ്പോഴും മനസ്സിലായിട്ടുണ്ടാവില്ല. അപ്പൊ ഇപ്പോഴും മനസ്സിലാവാത്തവരുണ്ട്, എന്നെ വിളിക്കുക, ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. എല്ലാവർക്കും മനസ്സിലാകണം എന്നുള്ളതാണ് നമ്മുടെ ഒരു തിയറി, എൻ്റെ ഒരു പോളിസി. ഓക്കെ, അപ്പൊ എല്ലാവരും മനസ്സിലാക്കിയിരിക്കണം, എല്ലാവരും എഴുതിയിരിക്കണം, എല്ലാവരും സബ്മിറ്റ് ചെയ്തിരിക്കണം. ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവും. നമ്മൾ കഴിഞ്ഞ ക്ലാസ് ചെയ്ത പോലെ തന്നെ ആ വീഡിയോ വാച്ച് ചെയ്യണം. പിന്നെ വേറൊരു കാര്യം, എല്ലാവരും ഗ്രൂപ്പിൽ മെമ്പേഴ്സ് ആയാലും മാത്രമേ 10 മണിക്ക് തന്നെ ഞാനിതിടും. 10 മണിക്ക് എൻ്റെ ഉള്ളിൽ മെമ്പേഴ്സ് ആയാൽ മാത്രമേ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ. മെമ്പേഴ്സ് ആകാത്ത ആൾക്കാർക്ക് ആബ്സെൻ്റ് ആയിരിക്കും. ഓക്കെ, താങ്ക് യു.